പറ്റുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയുടെ പാംപ്ലെറ്റ് ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് ഇവിടെയാണ് എല്ലാം ആരംഭിക്കുന്നത് എന്നുള്ള പാംപ്ലെറ്റ് ആണ്. ഇപ്പോ പാംപ്ലെറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രക്ചറൽ സർവീസിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ആളുകളുണ്ട്, അവര് ഏതൊക്കെ കാര്യങ്ങളാണ് വലിയ ഗ്രൂപ്പുകൾ ചെയ്യുന്നത്, വലിയ ഗ്രൂപ്പുകൾക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഏത് രീതിയിലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ, 12ാം പടി പ്രവർത്തനം തൊട്ട് ഇതിനൊക്കെ നമുക്ക് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന നമ്മൾ ചരിത്രത്തിലൂടെയും നമ്മുടെ അനുഭവങ്ങളിലൂടെയും ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള കുറേ പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സമൂഹത്തിലെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള എഐയുടെ ബന്ധമാണ്. 11ാം പാരമ്പര്യം കൃത്യമായി പറയുന്നത് പ്രചാരണം എന്നതിലുപരി ആകർഷണമാണ് നമ്മുടെ പൊതുജന സമ്പർക്കത്തിന്റെ അടിസ്ഥാനം. നമ്മളെപ്പോഴും വ്യക്തിപരമായ നാമധേയത്വം, പ്രസ്, റേഡിയോ എന്നീ തലങ്ങളിൽ പാലിക്കണം. നമുക്ക് 11ാമത്തെ പാരമ്പര്യം അറിയാം. ഇപ്പൊ സമൂഹത്തിലെ ഏതൊക്കെ തലങ്ങളിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ 11ാം പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് പറയുന്നത്. അവിടെ ഈ സർവീസ് കമ്മിറ്റി പ്രതിനിധികൾ എങ്ങനെയാണ് എയിൽ സേവനം ചെയ്യുന്നത്? ഇപ്പോ ഓരോ ഏരിയ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്ന് രൂപീകരിച്ച വിവിധ സർവീസ് കമ്മിറ്റികൾക്ക് പ്രാദേശിക സമൂഹത്തിലും സമീപ പ്രദേശങ്ങളിലും എയുടെ സന്ദേശം എത്തിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം. നമ്മുടെ സർവീസ് മാനുവലില് സഹകരണമാണ്, സംയോജനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോ ഓരോ ഭാഗത്തുള്ള കമ്മിറ്റികളും എനെ കുറിച്ച് അറിയാനുള്ള കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഓരോ പ്രാദേശിക സർവീസ് കമ്മിറ്റികളെയും അവരുടെ പ്രവർത്തനങ്ങൾ സഹായിക്കാൻ വേൾഡ് സർവീസിന്റെ ചെറിയ പതിപ്പായിട്ടുള്ള ട്രസ്റ്റിമാരുടെ, ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഒക്കെ സഹായം നമുക്ക് തേടാവുന്നതാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്താനായിട്ട് നമുക്ക് എല്ലാ ഗ്രൂപ്പാണ് വലുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ ഉപദേശം എടുക്കുന്നില്ല, അറിവും സമ്പത്തും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നല്ല. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആളുകളുടെയും ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ ജനറൽ സർവീസ് ഓഫീസിന്റെ മാർഗനിർദ്ദേശം ഗ്രൂപ്പിലേക്ക് എടുക്കാവുന്നത്. ഇനി തിരുത്തൽ കേന്ദ്രങ്ങൾക്കായിട്ടുള്ള കമ്മിറ്റി, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പോകുന്ന ഒരാള്, അപ്പൊ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പോകുന്ന ഒരാള് ഒരു പ്രതിനിധി സാധാരണ വലിയ ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അദ്ദേഹം 12ാം പടി പ്രവർത്തനം ഇവിടേക്കാണ് പോകുന്നത്, ഈ രീതിയിലാണ് എന്ന് ഗ്രൂപ്പിലെ അംഗങ്ങളെ അറിയിക്കുകയും മറ്റ് അംഗങ്ങളെ ആ മീറ്റിംഗിൽ പങ്കെടുക്കാനും പലപ്പോഴും അവർക്ക് കൂടി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് സംസാരിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധി എന്ന രീതിയിലാണ് ഇവർ അറിയപ്പെടുക പലപ്പോഴായിട്ട്. അത് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അവിടെ HNI റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിനിധി ഉണ്ടാവാറുണ്ട്. ഇവര് ഓരോ ഭാഗത്തുമുള്ള സ്റ്റേറ്റിന്റെ സമ്മതത്തോടു കൂടി ജയിലുകളിലും തടവറകളിലുമുള്ള ആളുകൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുക്കാറുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ വളരെ കൃത്യമായിട്ട് അവൈലബിൾ ആണ്. എങ്ങനെയാണ് നമ്മുടെ ജയിലുകളിൽ പ്രവർത്തിക്കുന്നത്, നമ്മുടെ സന്ദേശം എങ്ങനെയാ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു അംഗം നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് ജയിലുകളിൽ നടക്കുന്നത്, വിദേശത്തുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നതും അയാള് അവിടെ വന്ന് എയുടെ മീറ്റിങ്ങിലേക്ക് വരുന്നു, അയാൾ തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്നു ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്തരം രീതികളിൽ വരെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് നമ്മൾ കമ്മിറ്റിയിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാവാറുണ്ട്. ഈ പ്രതിനിധി നമ്മുടെ ഗ്രൂപ്പിൽ അതാത് കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഈ കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന തിരുത്തൽ കേന്ദ്രം എന്ന് മലയാളത്തിൽ തർജ്ജമയിൽ വന്നാണ്. നമ്മൾ ഉദ്ദേശിച്ച ജയിലടക്കം റീഹാബുകള്, ജയിലുകള് തുടങ്ങിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇതിൽപ്പെടും. ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടങ്ങളിൽ സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് അതിനൊരു ലഘുലേഖ തന്നെയുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മൾ അവിടെ പ്രവർത്തിക്കേണ്ടത്, അവർക്കുള്ള വർക്ക് ബുക്ക് ഉണ്ട്. അപ്പൊ അത്തരം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം വലിയ ഒരു എന്താ പറയാ ചെറിയ ഒരു പ്ലാറ്റ്ഫോം രീതിയിലല്ല നടക്കുന്നത്. ഒരു വലിയ
ഒരു കൺസേണിൽ തന്നെയാണ്. ഓരോ മദ്യാസക്തർക്കും എങ്ങനെ സന്ദേശം എത്താൻ പറ്റും, അതിനുവേണ്ടി എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമെന്നാണ്. ഈ ഒരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ജയിലുകൾക്ക് കൊടുക്കുന്നതിന് പുറമെ ചികിത്സാ കേന്ദ്രങ്ങൾക്കുള്ള ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറയുന്ന സെൻട്രൽ ഓഫീസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇതിന്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതിന്റെ അണ്ടറിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലതൊരു PI പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യാറ്. മറ്റതൊക്കെ ഗ്രൂപ്പുകളാണ് നിശ്ചയിക്കാറുള്ളത്. അപ്പോ ആ തിരുത്തൽ കേന്ദ്രങ്ങളിൽ അവിടെ ചികിത്സാലയങ്ങളിൽ എന്ന രീതി തന്നെ ചികിത്സാ കേന്ദ്രങ്ങൾക്കുള്ള പ്രതിനിധികൾക്കും കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം നമ്മൾ പോകേണ്ടത്, അവിടെ എന്ത് സംസാരിക്കണം, ചികിത്സാ കേന്ദ്രത്തിന്റെ വർക്ക് ബുക്ക് ഉണ്ട്, അവർക്ക് എങ്ങനെ നമ്മൾ കത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ തന്നെ അവിടെ 2 പാംപ്ലെറ്റ് ആയി, ഇവിടെയും 2 പാംപ്ലെറ്റ് ആയി. അല്ല, ഒരു പാംപ്ലെറ്റും ഒരു വലിയ വർക്ക് ബുക്കുമാണ്. ആ വർക്ക് ബുക്കിലൊക്കെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അംഗം എന്ന നിലയിൽ നമ്മൾ എന്ത് സംസാരിക്കണം, ഒരു കാരണവശാലും അവരുടെ ചികിത്സയെ കുറിച്ചോ അവരുടെ പോരായ്മകളെ കുറിച്ചോ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ അവിടെ എന്ന് പറയുന്ന ഒരു മാർഗമുണ്ട്, ഇനി ചികിത്സ ഒന്നുമല്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല എന്നുള്ള രീതികൾ പറയരുത്. അപ്പോ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത്രത്തോളം പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മാർഗനിർദ്ദേശം തരികയാണ്. എന്തുകൊണ്ടാണ്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശമാണ് ഇത്. വളരെ നല്ല രീതിയിൽ പുറത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അവിടെ തെറ്റുപറ്റാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി ഉണ്ട്, PI കമ്മിറ്റി പ്രതിനിധി. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളിലും എയുടെ സന്ദേശം എത്തിക്കാനായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ്, ഏരിയ കമ്മിറ്റി, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിനിധി, ഈ പബ്ലിക് ഇൻഫർമേഷൻ പ്രതിനിധി ഗ്രൂപ്പിൽ ഉണ്ടാവാറ്. ആ ഗ്രൂപ്പിന്റെ ആ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അവര് ആ ഹോം ഗ്രൂപ്പിന്റെ പ്രാദേശിക പൊതുജന സമ്പർക്ക പരിപാടികളെ കുറിച്ച് അറിയിക്കും. പിന്നെ സ്കൂള്, അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ, നേരത്തെ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ജയിലുകൾ, എയുടെ മോചനത്തിൽ താല്പര്യമുള്ള മറ്റ് സംഘടനകൾ, അവരുടെ ആവശ്യപ്രകാരം പൊതുജന സമ്പർക്ക പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് അംഗങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അപ്പൊ നമ്മൾ എവിടെയുണ്ട് എന്നറിയാത്ത മദ്യാസക്തർക്ക് സഹായത്തിനായിട്ട് സമീപിക്കാൻ എങ്ങനെയൊക്കെ മാർഗമുണ്ടോ അതെല്ലാം കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ 11ാമത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ ഇന്ന് മീറ്റിംഗ് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്ന ബോർഡുകൾ അവിടെ സ്ഥാപിക്കാറുണ്ട്. ഇപ്പോ യുടെ ആദ്യ നാളുകൾ റേഡിയോ അറിയിപ്പുകളും അതേപോലെ പത്രത്തിൽ ചെറിയ പരസ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതിനും പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് ഉണ്ട്. വളരെ വിശദമായ രീതിയിൽ തന്നെ അവിടെ നിരവധി മാർഗങ്ങൾ, വലിയൊരു ബുക്കാണത്, നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ട. എനിക്കൊന്ന് മലയാളത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബുക്കിനെ കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉദ്യോഗസ്ഥ സമൂഹം, അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിനും നമുക്ക് CPC പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിനിധി ഉണ്ട്. അപ്പൊ ആ പ്രതിനിധി പലപ്പോഴും നമ്മൾ നേരത്തെ ഉള്ള ഇതിലൊക്കെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇന്റർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് ഉണ്ടാവാറുള്ളത്. അവിടെ നമ്മൾ അവരുമായിട്ട് സ്റ്റേറ്റിന്റെ ചുമതലപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാവരുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ സഹകരണം ആണ്. ഒരു തരത്തിലും ക്ക് അവരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നാത്ത രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം. പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്റ്റേറ്റിന് പല കാര്യങ്ങളും അഭിപ്രായം ഉണ്ടാവും. സ്റ്റേറ്റ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് അതായത് സർക്കാരുകളുടെ തീരുമാനം ഉണ്ടാവും. നമ്മൾ അതിനോട് ആ ഭാഗങ്ങളിലൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം മറ്റു മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും എന്ന് പറയുന്ന ഫെലോഷിപ്പിന്റെ സന്ദേശം നമ്മളിപ്പോ മദ്യവിരുദ്ധ സമിതികളുമായിട്ടോ, ഇപ്പൊക്കെ നമുക്കറിയാം MDMA അടക്കമുള്ള മറ്റ് ലഹരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ സമൂഹം നടത്തുന്നുണ്ട്. പക്ഷെ അവിടങ്ങളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പബ്ലിക് ഇൻഫർമേഷനെ കുറിച്ച് അറിയുന്ന ഒരു പ്രതിനിധിയാണ് ഇതിന് പങ്കെടുക്കേണ്ടത് എന്ന് പറയാറുണ്ട്.
നമ്മുടെ ഉദ്ദേശം ഈ ലഹരി സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ഇടപെടാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് അവിടെ ചേർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റ് ലഹരി മാഫിയകൾക്കെതിരെയോ അല്ലെങ്കിൽ ലഹരിക്ക് തന്നെതിരെയോ മദ്യത്തിനെതിരെയോ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് നമുക്ക് ഏതൊരു സംഘടനയിലും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനങ്ങളും നമ്മൾ സമൂഹ ജീവി ആയതുകൊണ്ട് അയ്യോ ഞാൻ അതിൽ നിൽക്കില്ല. പലപ്പോഴായിട്ട് തമാശ രീതിയിലൊക്കെ പലരും നമ്മളെ ഈ കേരള പോലീസിന്റെ ഒക്കെ പോസ്റ്റുകൾ വാട്സപ്പിലൊക്കെ ഇടുന്ന സമയത്ത് ആളുകൾ ചോദിക്കാറുണ്ട് എക്ക് നിലപാടുകളിൽ എക്ക് ഇങ്ങനെയല്ലേ. എയുടെ നിലപാട് അത് തന്നെയാണ്. വ്യക്തിപരമായിട്ട് ആസ് എ സമൂഹജീവി എന്ന നിലയ്ക്ക് നമുക്ക് അത് പ്രവർത്തിക്കാം. എ എന്ന രണ്ടക്ഷരത്തിന്റെ പേര് നമ്മൾ അവിടെ ചേർക്കുമ്പോൾ അതിനോട് ഒരു കാരണവശാലും ഈ നമ്മൾ അവരുമായിട്ട് യോജിക്കുന്ന ആശയങ്ങളോ ഒന്നും വരാനായിട്ട് പാടില്ല. കാരണം അത് നമ്മുടെ എയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ ഇടപെടുന്നില്ല. എ ഒരൊറ്റ കാര്യമുള്ളൂ, മദ്യവിമുക്തമായിട്ട് നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും. അനുഭവങ്ങളും ശക്തിയും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പ്രോഗ്രാമിന്റെ ആശയങ്ങൾ 12 പടികളെ കൃത്യമായിട്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മദ്യവിരുദ്ധമായിട്ടിരിക്കാനായുള്ള രഹിതമായിട്ടിരിക്കാനായിട്ട് ഞാൻ എങ്ങനെ എന്നുള്ള മാർഗം പറയുക. ഈ ഒരു കച്ചവടം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോ ഏതൊരു സമൂഹത്തിൽ നമ്മൾ സന്ദേശം കൊടുക്കുമ്പോഴും അവരുമായിട്ട് യോജിക്കാത്ത തരത്തിലായിരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇനി CPC വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ ഒരു വർക്ക് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ പറയുന്ന ഉയർന്ന ഡോക്ടർമാരടക്കമുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള ഒരു പാംപ്ലെറ്റ് ഉണ്ട്. പുരോഹിത സമൂഹം എയെ കുറിച്ച് ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു പാംപ്ലെറ്റ് ഉണ്ട്. അപ്പോൾ നിരവധി പാംപ്ലെറ്റുകൾ നമുക്ക് ഇത്തരത്തിലൊക്കെ ഉണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ കൂടുതലായിട്ട് ഈ സന്ദേശത്തെ കൃത്യമായിട്ട് നമുക്കൊരു തെറ്റുമില്ലാതെ കൊടുക്കാനായിട്ട് പറ്റും. ഇന്റർനെറ്റിൽ ഇതൊക്കെ പല കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനി പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടുള്ള സേവന കമ്മിറ്റി പ്രതിനിധി ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ആവശ്യമുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ എയുടെ മീറ്റിങ്ങിന് കയറി വരാൻ പറ്റാത്ത എന്താ പറയാ അംഗവൈകല്യമുള്ള ആളുകള്, വീട്ടിൽ തന്നെ കിടക്കുന്ന കിടപ്പ് രോഗികളുണ്ട്. ഇനി എന്താ പറയുക വീൽ ചെയറുകൾ, മറ്റ് ചലന സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, സാഹിത്യം മനസ്സിലാക്കാത്ത ആളുകള്, അപ്പൊ അവരുടെ അസുഖം കാരണം പബ്ലിക്കുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ആളുകളെ എങ്ങനെ എയുടെ കാര്യങ്ങൾ അറിയിക്കാം, അവർക്ക് എങ്ങനെ സന്ദേശം കൊടുക്കാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. വായിക്കാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത ആളുകൾക്കുള്ള സാഹിത്യമുണ്ട്. അപ്പോ ഒരു മദ്യാസക്തനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്താതിരിക്കരുത്. അയാളുടെ വേറെ ഏതെങ്കിലും ഒരു കുറവ് കൊണ്ട് എയുടെ പ്രവർത്തനങ്ങളിൽ അയാൾക്ക് ആവരുത്. കാരണം കുടിക്കുന്ന ആളുകൾ അവർ കണ്ണില്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാ രീതിയിലും അംഗവൈകല്യമുള്ള ആളുകളും മദ്യാസക്തരാണ്. അത്തരം ആളുകൾക്കുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോ കണ്ണു കാണാത്ത ആൾക്കാർക്ക് ബ്രെയിലി ലിപിയിലുള്ള സാഹിത്യമുണ്ട്. അമേരിക്കൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന മറ്റ് ലഘുലേഖകളുണ്ട്. വലിയ വലുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന ലഘുലേഖകൾ. അപ്പൊ നിരവധി പ്രവർത്തനങ്ങൾ ബധിരരായ മദ്യാസക്തർക്ക് എന്ന് പറയുന്ന പാംപ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര രീതിയിലാണ് നമ്മളിവിടെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാരായ മനുഷ്യർ എങ്ങനെ സന്ദേശം മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കാം, എത്ര കൃത്യമായി നെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനൊക്കെ ഓരോ മനുഷ്യർക്കും തയ്യാറായി. അപ്പൊ അതിനെന്താ വെച്ചാൽ കുറെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. നമുക്കിങ്ങനെ എപ്പോഴും ബിസി ആയിട്ടിരിക്കും. വേണ്ട രീതിയിൽ എയുടെ സന്ദേശം കൊടുക്കാനായി പറ്റും. ഓരോ മദ്യാസക്തരുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വരും. അവരെ വീണ്ടും മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മുടെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ നമ്മുടെ നന്ദിയുടെ ഭാഗമായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശത്തെ കൃത്യമായി മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനൊക്കെ ഏതൊക്കെ നിർദ്ദേശങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ എത്ര ചിട്ടയായ രീതിയിലും എത്ര അടുക്കത്തോടു കൂടിയാണ് നമ്മൾ ഇതെല്ലാം വെച്ചിട്ടുള്ളത് നോക്കിയോ. ഇനി നമ്മൾ ഇതെല്ലാം വരുമ്പോൾ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വരുന്നത്. കാരണം നമ്മുടെ പാരമ്പര്യം രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. ഗ്രൂപ്പ് നടത്തിപ്പിന് ഒരേ ഒരു പരമാധികാരിയുള്ളൂ. അതെന്താണ്? ഗ്രൂപ്പിന്റെ മനസാക്ഷിയിലൂടെ പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവമാണ്. നമ്മളെ നയിക്കുന്ന ആളുകൾ വിശ്വസ്ത സേവകരാണ്, അവർ ഭരിക്കുന്നില്ല എന്ന് പറയും. കാരണം
നമ്മുടെ വ്യക്തിത്വത്തിന്, ഓരോ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ ഒരു അംഗത്തിന്റെ വ്യക്തിത്വത്തിന് അയാളെ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് റെസ്പെക്ട് ചെയ്യുമെങ്കിലും ഓരോ സേവകരും ഇത് ഭരിക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ തങ്ങളുടെ അറിവിനോ തങ്ങളുടെ വർഷങ്ങൾ നീണ്ട സുബോധത്തിനോ അല്ല സ്ഥാനം എന്ന ബോധ്യം നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുരോഗതിയിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് പാരമ്പര്യം രണ്ട് പറയുന്നുണ്ട്. ഏതൊരു തീരുമാനവും നമ്മൾ സ്വയം എടുത്ത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സേവകർ മാറിക്കൊണ്ടിരിക്കണം ഗ്രൂപ്പില്. എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക. ഇതാണ് ഈ പാരമ്പര്യം പ്രധാനമായിട്ട് നമ്മളെ ഊന്നുന്നത്. ഗ്രൂപ്പിന്റെ ജോലികളും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെയാണ്. ഗ്രൂപ്പിലെ എല്ലാ സേവനങ്ങൾക്കും ഒരു പകരക്കാരുണ്ടാവണം. അപ്പൊ അടുത്തൊരാൾക്ക് എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്തൊരാൾക്ക് കടന്നു വരാൻ പറ്റും. ഒരാളില്ലെങ്കിലും ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനം കൃത്യമായി മുന്നോട്ട് പോകും. ഇതിന് ഒരു കുഴപ്പം കിടക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാണ്, ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് വിട്ടുകൊടുക്കുക എന്നത് പ്രശ്നമായിരിക്കും. ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഗ്രൂപ്പ് നമ്മളാ നടത്തുന്നതെന്ന് കരുതുക. പെട്ടെന്ന് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണതിന് പിന്നെ ഒരു വില ഉണ്ടാവില്ല. എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന കുഴപ്പം തന്നെയാണ്. അപ്പൊ നമ്മൾ ആ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി യഥാർത്ഥത്തിൽ അതിന് പറ്റിയ യോഗ്യതയും സമയവുമുള്ള ഒരാളെ കണ്ടെത്താൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ സുഹൃത്തുക്കൾ ശരിവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് വളരെ വിഷമമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പറയാണ് വേറൊരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല നമുക്ക് പകരം. കാരണം നമുക്കിപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും നമ്പർ 1. വേറൊരാൾ ആരാപ്പത് ചെയ്യുക, പിന്നെ ചെയ്യാൻ പറ്റുന്ന ആളും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് അങ്ങനെ സമയവും സാഹചര്യവും ഉണ്ടാവുമ്പോൾ അവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് പങ്കെടുക്കാറുണ്ട്. പക്ഷെ അവിടെയാണ് യഥാർത്ഥ ഒരു എൽഡർ സ്റ്റേറ്റ്മാൻ, നമ്മൾ പറയാറുണ്ട് ഒരു മുതിർന്ന പഴമക്കാരൻ എങ്ങനെയാകണം. തീർച്ചയായിട്ടും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ വളർത്തിക്കൊണ്ടുവരണം എന്നാ പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. അതെങ്ങനെയാണ്? ബാക്ക് ടു ബെഞ്ച് ഡ്രൈവിംഗ് നടത്താനല്ല ഞാൻ ചെയ്യേണ്ടത്, മറിച്ച് അയാളുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾക്ക് എന്തെങ്കിലും സമീപിക്കുമ്പോൾ എയുടെ രീതിയിൽ പറയുക. എന്റെ താല്പര്യം അയാളെ അടിച്ചേൽപ്പിക്കാനോ, ഇപ്പൊ നമ്മൾ പറയില്ല അധികാരം ചിലപ്പോൾ മാറും, ഞാൻ മാറി നിൽക്കും. എന്റെ ശിഷ്യനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാളെ സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞാൽ ഈ പാരമ്പര്യം നടപ്പിലാവില്ല. അപ്പൊ ഞാൻ ആ സ്ഥാനം പരിപൂർണമായി മാറി ആരാണോ വരുന്നത് അയാള് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുക എന്റെ ഉത്തരവാദിത്തമാണ്. അത് മാറിയതിനു ശേഷം ആവശ്യമുള്ളപ്പോൾ മാത്രം അതിന്റെ കാര്യങ്ങളിൽ ഇടപെടുക എന്നതും എന്റെ ഒരു ചുമതലമായിട്ട് മാറി നിൽക്കണം. വളർച്ചയിലേക്കുള്ള ചുവടുവെപ്പായിട്ട് ഞാൻ മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനാമധേയത്വത്തിന്റെ സത്ത എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് കൂടിയാണെന്നാ പറയുന്നത്. ഒരു ചുമതലയിൽ നിന്ന് വേറെ പുതിയ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരിക, അവരുണ്ടാവുക എന്നതുകൂടി നമ്മുടെ ചുമതലയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അധ്യാസനത്തിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും വ്യക്തിപരമായ മഹത്വം നമ്മൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് ആദ്യകാലത്തൊക്കെ ഞാനൊക്കെ ഈ 12-ാം പടി ചെയ്യാനൊക്കെ ആയിട്ട് പോയ ഖത്തറിലൊക്കെ ഉള്ളപ്പോ കിലോമീറ്ററുകളോളം പോയ കഥയും മണിക്കൂറുകളോളം മദ്യാസക്തർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച സമയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു. ഒരേ സമയം പാരമ്പര്യത്തിന് വേണ്ടി വാദോരാതെ പറയുകയും ഇപ്പുറത്ത് നിന്നുകൊണ്ട് പാരമ്പര്യത്തെ ലംഘിക്കുകയും. അതാണ് തത്വങ്ങളുടെ പ്രത്യേകത. തത്വം നമുക്ക് നമ്മുടേതായ രീതിയിലേക്കാണ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ല് വ്യാഖ്യാനമൊന്നുമില്ല. അത് വ്യാഖ്യാനം ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ യുടെ തത്വത്തെ അവനവന്റെ രീതിയിൽ മറ്റു മനുഷ്യരെടുക്കുക, ഓരോ മനുഷ്യർക്കും കൊടുക്കുക. മറ്റേതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട്. അപ്പോ ഞാൻ എന്നെ പരിശോധിക്കാതെ മറ്റുള്ളവരെ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നും ഈ കാര്യങ്ങൾ കുഴപ്പമാണോ എന്ന്. അപ്പോ മദ്യാസക്തർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ച സമയം, ഞാൻ ഇത്ര മണിക്കൂർ മീറ്റിംഗ് നടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്നിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാ പറഞ്ഞു. ഞാൻ മണിക്കൂറുകൾ നീണ്ട് 12-ാം പടിക്ക് പോയി എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഏത് പ്രവർത്തനമാണ് ഉപാധിയില്ലാതെ ഞാൻ ചെയ്യുന്നത്? ഞാൻ ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരിലെ. പ്രതീക്ഷകളില്ലാതെ കർമ്മം ചെയ്യാനും വിട്ടുകൊടുക്കാനുമാണ് നമ്മളോട് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ അതെന്തോ ആയിക്കോട്ടെ, നീ നിന്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞു.
ഇവിടെ മറ്റു മദ്യാസക്തരെ ഞാൻ ചെയ്യാൻ വേണ്ടി 12-ാം പടി എടുക്കുകയും ഇത് ഞാൻ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ പറയുന്ന പോലെ ഇടക്കിടക്ക് എൻ്റെ ആ ഫ്രോഡ് പുറത്തേക്ക് വരാറുണ്ട്. നമ്മുടെ ആത്മീയതയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാവാതെ യഥാർത്ഥ സ്വത്വം അത്ര പെട്ടെന്ന് മാറാറില്ലല്ലോ. അപ്പോൾ അനാമധേയത്വത്തിന്റെ ലക്ഷ്യം ഞാൻ അനാമധേയത്വത്തിന്റെ എന്റെ ഫോട്ടോ വിടാതെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും അല്ല. വ്യക്തിപരമായ എന്റെ പ്രവർത്തനങ്ങളിൽ പേരെടുക്കാനുള്ള സ്വഭാവമുണ്ട്. മറ്റു മദ്യാസക്തരെ സഹായിക്കുന്നതിന്റെ കണക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് പോലും വേറൊരാളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അനാമധേയത്വ ലംഘനം ഞാൻ നടത്തുന്നുണ്ട് എന്നുള്ള കൂടിയാണ്. വ്യക്തികളെക്കാൾ പ്രഥമ സ്ഥാനം തത്വങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നും 12-ാം പാരമ്പര്യം എന്റെ വ്യക്തിത്വത്തിന് ഏത് പ്രാധാന്യം ഉണ്ടാവുണ്ടോ, ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ആ ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്നുകൂടി ഈ ഒരു പാരമ്പര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കണം എന്ന് 33-ാമത്തെ പേജ് പറയാറുണ്ട്. സ്ഥാനം മാറുന്ന പല സേവകരും പറയുന്നത് പുതുതായി വരുന്നത് അവരൊക്കുന്നത് നമ്മൾ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഒരു അംഗീകാരമായിട്ടാണ്. മറ്റേതൊരു തരത്തിലുള്ള പ്രശസ്തിയെക്കാളും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആത്മീയ സമ്മാനമാണ് സ്ഥാനമാറ്റം കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. പദവിക്കും ബഹുമാനത്തിനും വേണ്ടി നമ്മൾ മത്സരിക്കേണ്ടതില്ല. അതില്ലാതെ തന്നെ സേവനം ചെയ്യാൻ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ ഒരു സ്ഥാനമൊക്കെ വിട്ടുകൊടുത്ത് നമ്മളിങ്ങനെ മാറി നിന്നുകൊണ്ട് അതിന്റെ വളർച്ചയുടെ ഒപ്പം നിന്നുകൊണ്ട് അതിന്റെ കുറ്റങ്ങൾ പറയാതെ നമ്മൾ വിട്ടുകൊടുക്കുകയും, അതേപോലെ നമ്മൾ പറയാറില്ല, അഹിംസ പലപ്പോഴും പ്രവർത്തിക്കുന്നത് അടിക്കാൻ പറ്റുന്ന ഭാഗത്തൊരു വടി ഉണ്ടാകുമ്പോൾ ആ വടി വെച്ചടിക്കാതെ ഞാൻ മാറി നിൽക്കുന്നതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്ക് പേടിയുള്ള ഒരാള്, അയാളെ ഞാൻ അടിക്കാതെ അയ്യോ ഞാൻ അഹിംസ ചെയ്തു എന്ന് പറയുന്നത് എന്റെ വീരത്വമാണ്. അപ്പോ വിട്ടുകൊടുക്കൽ എവിടെയാണ്? എനിക്ക് യഥാർത്ഥമായ രീതിയിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒരു അധികാരം, ആ അധികാരം ഒന്നും എടുക്കാതെ ഞാൻ എൻ്റെ ഈഗോനെ മാറ്റി വെക്കണം. അപ്പോഴേ എനിക്കത് സാധ്യമാവുള്ളൂ. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ ആള് കളിക്കാതെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആത്മീയ ആ ഒരു സമ്മാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അധികാര കൈമാറ്റം, അല്ലെങ്കിൽ അധികാരമല്ല, ഇവിടെ വിശ്വസ്ത സേവകരാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ അധികാരത്തിലേക്ക് ഇതൊക്കെ വരും. മറ്റുള്ളവരെ ഭരിക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുമുള്ള നമ്മുടെ ചുമതലകൾ നമ്മൾ അറിയാതെ കടന്നു വരും പ്രോഗ്രാമിലല്ലെങ്കിൽ. അപ്പൊ അത് പക്ഷെ നമ്മൾ പ്രോഗ്രാമിലാവുമ്പോൾ നമുക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സുഖം കിട്ടുള്ളില്. അതിനോളം മറ്റെന്തൊരു പ്രശസ്തിയും നമുക്ക് തരില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റുള്ള ആൾക്കാർ പറയണ്ട നമ്മുടെ 12-ാം പടി പ്രവർത്തനത്തെ കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്നൊന്നും പറയേണ്ടതില്ല. അപ്പോ അധികാരം അല്ലെങ്കിൽ ഈ പറയുന്ന സേവക സ്ഥാനം ഒന്നും ഇല്ലാതെ 12-ാം പടി നടത്താൻ നമുക്ക് ആരുടെയും അനുവാദമൊന്നും വേണ്ട. നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിലായിരിക്കണം ഓരോ അംഗങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ ഗ്രൂപ്പിന്റെ മനസാക്ഷി എന്നാൽ എന്താണെന്ന് എടുത്തു ചോദിച്ചു. ഗ്രൂപ്പ് അംഗങ്ങളുടെ സംയുക്തമായ മനസാക്ഷിയാണ് ഗ്രൂപ്പ് മനസാക്ഷി. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഏതൊരു കാര്യം ഗ്രൂപ്പിൽ തീരുമാനിക്കണം എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും നമ്മൾ അറിയിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ വെൽ നോട്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് കോൺഷ്യസ് എന്ന് പറയാറുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു അംഗത്തിന് അങ്ങനെ മുകളിൽ നിന്നൊരു തീരുമാനം, ഒരു ആജ്ഞ കൊടുക്കാനൊന്നും പറ്റില്ല ഇന്റർ ഗ്രൂപ്പിനോ മറ്റാളുകൾക്കോ ഒന്നും. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് തന്നെ ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളെയും കാര്യങ്ങൾ അറിയിക്കണം. ഇപ്പൊ ഒരു വിഷയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മതിയായ സർവസമ്മതഭാവം ലഭിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണോ നമ്മൾ പറയാറുണ്ട് 2/3 ഭൂരിപക്ഷം വേണം, മുഴുവൻ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്, നമ്മുടെ എത്ര പേരുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പലപ്പോഴും അത് മാറ്റിവെക്കാറൊക്കെ ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് കോൺഷ്യസ് എടുക്കല്. ഇപ്പൊ ഇന്റർ ഗ്രൂപ്പിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക്, സേവകർക്ക് പലപ്പോഴും അറിയാം ആ കോറം തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറ്റിവെക്കാറുണ്ട്. കാരണം അത്ര പോലും ശ്രദ്ധ നമ്മൾ പുലർത്താറുണ്ട്. എയുടെ പ്രവൃത്തിയാണ്, അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മറ്റ് ആളുകൾക്ക് കൊടുക്കേണ്ടത്. ഇതെല്ലാം ലഭ്യമായ വിവരങ്ങള് ഓരോ ആളുകളും നമ്മൾ എന്താണ് ഗ്രൂപ്പിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. ഇനി
ന്യൂനപക്ഷത്തിന് ഒരു അഭിപ്രായം ഉണ്ടെന്ന് കരുതുക. ഭൂരിപക്ഷം തീരുമാനമെടുത്തു ഇന്നത്തെ ഈ വാർഷികം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെയാണ് എന്നുള്ളത്. ആ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം വിശാലമായി ചർച്ച ചെയ്ത് അതിൽ ആർക്കെങ്കിലും ഇനി യോജിക്കാനുണ്ടോ എന്നാണ്. ന്യൂനപക്ഷം അഭിപ്രായം പറയുന്ന ആൾക്ക് മാത്രമാണ്. ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകത ഒരു ഗ്രൂപ്പ് കോൺഷ്യസ് നടക്കും. ഗ്രൂപ്പ് കോൺഷ്യസ് നമ്മൾ വിചാരിച്ച പോലെ ബിസിനസ് മീറ്റിങ്ങിന് എല്ലാവരും കയറിയിട്ട് അഭിപ്രായം പറയാറില്ല. എയുടെ ബിസിനസ് മീറ്റിംഗില് ഒരു വിഷയം ചർച്ചയ്ക്കിടുകയാണ്. മീറ്റിംഗ് സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് മാറണമോ, അല്ലെങ്കിൽ വാർഷികത്തിന്റെ കാര്യം എടുക്കാം. നമുക്ക് വാർഷികം മറ്റു ഗ്രൂപ്പുമായി ചേർന്ന് നടത്തണമോ, ഇതാണ് ഇവിടുത്തെ ചർച്ച. അങ്ങനെ ചർച്ച ഉണ്ടാവുമ്പോൾ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഇത് മുന്നേ ഉള്ള ആളുകളോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട് എന്ന് ഇതിന്റെ ചെയർപേഴ്സൺ അറിയിക്കുന്നു. മീറ്റിംഗ് കൂടുന്നു. മീറ്റിംഗിന് നമ്മുടെ ബിസിനസ് മീറ്റിംഗ് നടക്കുന്നു. പാരമ്പര്യം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഓരോ ഗ്രൂപ്പിനും ഓരോ രീതിയാണ്. അതിനുശേഷം ഈ ഒരു കാര്യം അജണ്ട ചർച്ച ചെയ്ത് വെക്കുന്നു. വേറെ അജണ്ട ഉണ്ടെങ്കിൽ അതെല്ലാം വെൽ നോട്ടഡ് ആയിട്ട് അറിയിക്കണം. ആ ഹോം ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് നിരീക്ഷകരായിരിക്കും. അവർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവിടെ ഓൾറെഡി തന്നെ ഓരോ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു തർക്ക വിഷയം ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാറില്ല. നമ്മൾ അവിടെ വോട്ടെടുപ്പ് നടത്തും. ഈ വിഷയത്തിൽ നമ്മൾ തർക്കത്തിന് നിൽക്കുന്നില്ല, ഒരു അംഗത്തിന് എതിർപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ വോട്ടെടുപ്പിന് പോവാന്ന് പറയും. അപ്പൊ ആ വോട്ടെടുപ്പ് ഏറ്റവും കൂടുതൽ ആരുടെ 2/3 ഭൂരിപക്ഷം കിട്ടുന്ന അഭിപ്രായം രണ്ടാമത്തെ പാരമ്പര്യം പറയുന്നതിന് മുന്നേ നമ്മുടെ ഈ വോട്ട് 2/3 ഭൂരിപക്ഷം ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആ വിഭാഗത്തിലെ ആളോട്, അതിൽ ഏതെങ്കിലും ഒരാളോട്, അവർക്ക് പിന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. മറ്റവർക്ക് ന്യായീകരിക്കാൻ പിന്നെ അവസരമില്ല. അവിടെ ആ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം കൃത്യമായി അവിടെ രേഖപ്പെടുത്തും. മിനിറ്റ്സ് ഉണ്ടെങ്കിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തും. എന്നിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും ഇതിനു മുന്നേ നിങ്ങൾ പറഞ്ഞ കാരണങ്ങളല്ലാതെ ഇതുമായി നിങ്ങൾക്ക് വിയോജിക്കാൻ കാരണമായ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടോ? അപ്പൊ അവർക്ക് പറയാനുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ അവിടെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ പാരമ്പര്യം വായിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ചർച്ചകളോ ഈ ന്യൂനപക്ഷം ഇതിനെ തോൽപ്പിക്കാൻ നിൽക്കലോ ഒന്നുമില്ല അവിടെ. കാരണം പിന്നെ നമ്മൾ ഒന്നാണ്. ദൈവത്തിന്റെ തീരുമാനം എന്ന് പറയുന്ന രണ്ടാം പാരമ്പര്യത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ഐക്യത്തിലേക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് ദൈവ തീരുമാനമല്ലേ. ദൈവ തീരുമാനത്തിനെ എങ്ങനെ എതിർക്കുക? എങ്ങനെ ആഫ്റ്റർ മീറ്റിംഗിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. ഗ്രൂപ്പിന്റെ മനസാക്ഷിയെ ഞാൻ അംഗീകരിക്കണം. അച്ചടക്കമുള്ള അംഗം എന്റെ അഭിപ്രായമല്ല എന്നുണ്ടെങ്കിലും അത് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ വളർച്ച എനിക്ക് ഉണ്ടാവുള്ളൂ. അവിടെ എനിക്ക് എന്റെ ആത്മീയത പരിശോധിക്കാനായിട്ട് പറ്റും. ഇനി ലോലമായ വിഷയങ്ങളിൽ ഗ്രൂപ്പിന്റെ കൂട്ടായുള്ള കാഴ്ചപ്പാട് ഉരുത്തിരിയുന്നത് വരെ ചില വിഷയങ്ങളില് ഗ്രൂപ്പ് ഏത് രീതിയിലാണ് പൂർണ്ണമായ ആളുകളെല്ലാം വരുന്നവരെ ഔപചാരികമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കാതെ വളരെ സാവധാനം പ്രവർത്തിക്കുകയാണ്. എന്തെങ്കിലും തർക്ക വിഷയമുണ്ട്, പല ആൾക്കാരും വന്നില്ല എന്ന് കരുതുക, ഒറ്റയടിക്ക് തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന പരിപാടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ പലപ്പോഴും ചെയ്യാറില്ല. കാരണം നമുക്ക് പലപ്പോഴും അറിയാം, നമ്മളെ ഈ വളരെ പിണങ്ങുന്ന ആളുകളാണ് നമ്മൾ. നിസ്സാര കാര്യം കൊണ്ട് നമ്മൾ പിണങ്ങും. നമ്മുടെ പല അംഗങ്ങളും ആ ദിവസം അവർക്ക് അറിയാം അപ്പൊ മീറ്റിംഗ് എങ്ങനെ നടക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് ആ ദേഷ്യം കൊണ്ട് മീറ്റിങ്ങിന് വരാതെ ആളുകൾ ഉണ്ടെങ്കിൽ അവര് കൂടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ ഉൾക്കൊള്ളുന്ന പരിപാടിയാണ്. അതല്ലാതെ ഞാൻ എന്നെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ വന്നു, ഞാൻ ഉടൻ തന്നെ അന്ന് നമുക്ക് ഗ്രൂപ്പ് കോൺഷ്യസ് നടത്താം. എന്താ, ഞാൻ എന്ത് തീരുമാനത്തിലാ നിൽക്കുന്നത് അതിനെ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്, എപ്പോഴും ഞാൻ വിജയിച്ച് നിൽക്കണം എന്നാണല്ലോ ഉണ്ടാവുക. അതങ്ങ് നടത്തിയിട്ട് ഇതങ്ങ് അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയല്ല ഇത്. എല്ലാം വരുന്നവരെ മുഴുവൻ അംഗങ്ങൾക്കും അഭിപ്രായം പറയാം. അതിന് ഒരു അംഗത്തിന്റെയും അഭിപ്രായത്തിനെ വില കുറച്ച് കാണുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ പറയില്ലേ, നമ്മുടെ ആ ഗോത്രീയ സ്വഭാവങ്ങളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മദ്യരഹിതമായിരിക്കുമ്പോൾ ഷാപ്പിലെ സ്വഭാവത്തിലല്ല ഇന്ന് ഞാൻ പോകുന്നു. ഷാപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു ഞാൻ. അപ്പോ എതിരെ നിൽക്കുന്ന ആളെ കല്ലെറിയ, അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് തോൽപ്പിക്കുന്ന പരിപാടിയല്ല. പരിപൂർണമായി കേൾക്കാനുള്ള ക്ഷമ, സഹിഷ്ണുത എനിക്ക് വേണം. അയാൾ ഇനി ഏത് തരത്തിൽ പറഞ്ഞോട്ടെ. അപ്പോ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായിട്ട് ആൾക്കാർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔപചാരിക നടപടികൾ പ്രോത്സാഹിപ്പിക്കാതെ വളരെ സാവധാനം പ്രവർത്തിക്കുകയും പ്രധാന വിഷയങ്ങൾ ഗ്രൂപ്പ് വീണ്ടും വിചാരമുള്ളതായിരിക്കുന്നതാണ്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയ ഗ്രൂപ്പിന്റെ തീരുമാനം അത് ഗ്രൂപ്പിന്റെ മനസാക്ഷിയുടെ ശബ്ദമായിരിക്കും. ബില്ല് പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നല്ലത് മികച്ചതിന്റെ ശത്രുവാണ് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും വെറും അതെ അല്ലെങ്കിൽ അല്ല മറുപടി ആയിരിക്കില്ല എന്നാ പറയുന്നത്. അത്
വ്യക്തമാകും. ഗ്രൂപ്പ് മനസാക്ഷിയുടെ ആത്മീയമായ വെളിപ്പെടുത്തലായിരിക്കും. ഗ്രൂപ്പ് ഒരു തീരുമാനമെടുക്കുന്നതിന് മുന്നേ ആ വിഷയത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പഠിക്കണം, എല്ലാ കാഴ്ചപ്പാടുകളും പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമായി അറിഞ്ഞ ഗ്രൂപ്പ് മനസാക്ഷി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എല്ലാ തരത്തിലും ഇപ്പൊ ഏതെങ്കിലും ഒരു തീരുമാനമെടുത്ത് അതേ അല്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കുറച്ച് മുന്നോട്ട് പോയ പഴമക്കാരൻ ഞാനാണിത് തുടങ്ങിയെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പേരിന് ഗ്രൂപ്പ് മനസാക്ഷി നടത്തുമ്പോൾ അത് വ്യക്തമായി അറിഞ്ഞ മനസാക്ഷി ആവില്ല. നേരെ മറിച്ച് നമ്മൾ ഇത്തരം ചർച്ചകളൊക്കെ ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ഈഗോ ഒക്കെ ഹേർട്ട് ചെയ്യപ്പെട്ടേക്കാം, നമ്മുടെ തീരുമാനത്തെ അവിടെ എതിർക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതൊന്ന് നടത്തി നോക്കണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തില് ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റുക. പലപ്പോഴായിട്ട് ഞാനൊക്കെ ഖത്തറിൽ വെച്ചിട്ട് അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു മീറ്റിംഗ് റൂം തുടങ്ങുന്ന കാര്യം ചർച്ച വരികയും ആ മീറ്റിംഗ് എനിക്ക് അനുകൂലമായിട്ട് ആളുകൾ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്റെ തീരുമാനത്തിന് അനുകൂലമായതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ആ സന്തോഷം ഞാൻ എൻ്റെ സ്പോൺസറെ കണ്ട് പുറത്ത് പുള്ളിയോട് വേറെ രീതിയിൽ അവതരിപ്പിച്ച പുള്ളി പറഞ്ഞത് കഴിഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു എന്നോട്. എനിക്ക് വല്ല നീരസം ഉണ്ടായാലോട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പോയി. പിന്നെ അയാൾ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഇതൊന്ന് നമ്മള് മീറ്റിംഗ് ഗ്രൂപ്പ് മനസാക്ഷിയോടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വെച്ചിട്ട് ചായ കുടിക്കുന്നിടത്ത് വന്നിട്ട് നീ പരദൂഷണം നടത്തരുത്, ഗോസിപ്പിംഗ് ചെയ്യരുത് എന്നാണ്. പക്ഷെ ഏറ്റവും വലിയ രസം ഈ മീറ്റിംഗ് വേറൊരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തുന്നതിന്റെ കാര്യമായിരുന്നു. അത് എന്റെ വീടിന്റെ അടുത്തായിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ല. ആ മീറ്റിംഗ് അന്ന് ഹാൻഡിൽ ചെയ്തത് ഇതിനെ ന്യൂനപക്ഷമായിട്ട് അഭിപ്രായം പറഞ്ഞ ആ അംഗമായിരുന്നു. ഏറ്റവും വലിയ വേറെ ഒരു രസം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ മീറ്റിംഗിൽ തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അദ്ദേഹമായിരുന്നു പിന്നീട് ആ മീറ്റിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞാൻ ആ മീറ്റിങ്ങിൽ ചെന്നപ്പോ അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ വിഷമായി. ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഇയാൾക്കെതിരെയാണല്ലോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിയത്. കാരണം എന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാനൊരു തീരുമാനം അഭിപ്രായം പറഞ്ഞു, അത് നടന്നിട്ടില്ലെങ്കിൽ മറ്റേത് തോൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെയാണ് ആ പഴമക്കാരൻ, അദ്ദേഹം 28-30 വർഷമായിട്ടായിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ. അത്രയും വർഷം കഴിഞ്ഞ പഴമക്കാരൻ അദ്ദേഹം അതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ബുദ്ധിമുട്ട് സത്യമായിരുന്നു എന്ന് തെളിവ് കണ്ടില്ല. എനിക്കന്ന് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോ അവരവിടെ ചെന്നു മീറ്റിംഗ് നടത്തി. കാരണം അയാളുടെ മീറ്റിംഗ് ആണ്. അപ്പൊ അദ്ദേഹത്തിനോട് വളരെ നന്ദിയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന്റെ കാര്യമില്ല. കാരണം ഇത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടിയാണ്, ഗ്രൂപ്പ് കോൺഷ്യസ് നടന്നാണ്, ദൈവ തീരുമാനമാണ്, അതിന്റെ ഒപ്പം നിൽക്കുക എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ വലിയ പാഠം പ്രാക്ടിക്കലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടുന്ന്. ശരിക്കുണ്ടല്ലോ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ഞാൻ എന്നെ പരിശോധിച്ചപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ ഈ എയിൽ വന്നാലും ഷാപ്പിലെ സ്വഭാവം പോലെ ആ വെറുപ്പും വിദ്വേഷവും ഇത് പ്രത്യേകമായിട്ട് ഇയാളോട് വെറുപ്പുണ്ടാവുന്ന ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ഒരു കാരണം, എന്റെ ചിന്ത, അത് ഞാൻ അവതരിപ്പിക്കുന്നു. അത് വേറൊരാൾ എതിർക്കുമ്പോഴേക്ക് എനിക്ക് എന്തിനാ അയാളോട് വിരോധം ഉണ്ടാവേണ്ട കാര്യം? അപ്പൊ അത്തരം ഈഗോ വരെ മാറ്റി നിർത്തുമ്പോഴാണ് നമുക്ക് ആത്മീയ സമ്മാനം ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ പഴമക്കാരൻ പഠിപ്പിച്ചിട്ടുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിലുണ്ടായ വലിയൊരു അറിവായിരുന്നു ഗ്രൂപ്പ് കോൺഷ്യസ് എങ്ങനെയായിരിക്കണം. ആ ഗ്രൂപ്പ് കോൺഷ്യസിൽ പങ്കെടുത്തതിന് ശേഷം എന്റെ പ്രവൃത്തികൾ അതിനെ വിമർശിക്കാതെ അതിന്റെ ഒപ്പം നിൽക്കണമെന്ന് പ്രാക്ടിക്കലായിട്ട് ഈ പഴമക്കാരൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിന്റെ ആത്മപരിശോധനയെ കുറിച്ച് പറയാറുണ്ട്. എയുടെ നിർദ്ദേശിക്കപ്പെട്ട 12 പടികൾ ഉപയോഗിച്ച് അത്യാസക്തരെ മോചിതരാകാൻ സഹായിക്കുക എന്ന പ്രാഥമിക ഉദ്ദേശം എത്രമാത്രം നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞു എന്നതിന്റെ വിലയിരുത്തൽ നമ്മൾ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഒരു പുനഃപരിശോധന ഗ്രൂപ്പുകൾ നടത്തുക നമുക്ക് നല്ല കാര്യമായിരിക്കും. നമ്മുടെ പാരമ്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിന് എത്ര നീതി പുലർത്താൻ കഴിഞ്ഞു, ഇതാണ് നമ്മളെ ഗ്രൂപ്പ് ആത്മപരിശോധനയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിന് എയുടെ അനുഭവത്തിൽ നിന്ന് സമാഹരിച്ച ചില കാര്യങ്ങൾ പൂർണ്ണമായും മനസാക്ഷിയിൽ എത്തിച്ചേരുന്നതിന് ഉപകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പല ചോദ്യങ്ങൾ നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇത്തരം അനുഭവങ്ങൾ ലിറ്ററേച്ചറുകളൊക്കെ ഇങ്ങനെ ക്രോഡീകരിച്ച് വെച്ചത് നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പൊ പുതിയ അനുഭവങ്ങളൊക്കെ അതേമാതിരി കൂട്ടിച്ചേർക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പുസ്തകങ്ങൾ കണ്ട് വളർന്ന ആളുകൾ, ഈ മതസംഘടനകളും എന്താ പറയാ നമ്മുടെ നിലപാടുകളും ബൈലോകളും എഴുതിയ നമ്മൾ അറിയാതെയെങ്കിലും ഞാനും അങ്ങനെ കരുതിയിരുന്നു ആദ്യകാലത്ത്. ഇങ്ങനെ വിരച്ചു വെച്ച പോലെ പോകണം, എയുടെ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും ലിറ്ററേച്ചറിൽ ഉണ്ടോ എന്ന് ഈ പുസ്തകങ്ങളിലെ അധ്യായം പറഞ്ഞ് തർക്കിക്കുന്നൊക്കെ മതസംഘടനകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെയാണ് നമ്മൾ നമ്മൾ തെറ്റിദ്ധരിക്കും. ഇത്
ഓരോ ലിറ്ററേച്ചറും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിറ്ററേച്ചറിൽ കൃത്യമായി എഴുതിയിട്ടുള്ളത് ഇത് നമ്മൾ അനുഭവങ്ങളിൽ നിന്നുണ്ടായതാണ്. ഓരോ ഗ്രൂപ്പിന്റെ അനുഭവമാണ്. അപ്പൊ നമ്മുടെ അനുഭവത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ പറയില്ലേ, ഈ ലിറ്ററേച്ചറിലുള്ള സാധനം കൊടുക്കുക എന്നതല്ല, നമ്മുടെ ഓരോ അനുഭവങ്ങൾക്കും അത് പ്രാധാന്യമുണ്ട്. നമ്മൾ എയുടെ രീതികൾ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എയുടെ ലിറ്ററേച്ചർ വെച്ച് തർക്കിക്കാൻ മുതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പൊതുവായ രീതികളാണ് ഈ ലിറ്ററേച്ചറിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എയുടെ അനുഭവത്തിൽ നിന്ന് സമാഹരിച്ച പൂർണ്ണമായും അറിഞ്ഞ മനസാക്ഷിയിൽ എത്തിച്ചേരുന്നതിന് ഒരു അംഗം കണ്ടെത്തിയ രീതി തന്നെയാണ്. അല്ലാണ്ട് ഈ രീതി മറ്റുള്ളവർ നടത്തണം എന്നല്ല, ഇത് നന്നായിരിക്കും എന്നാണ്. പൊതുവിൽ നന്നായിട്ട് നടത്താൻ പറ്റും. അപ്പൊ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിന് ഗുണം ഉണ്ടാവും, അവരുടെ ഗ്രൂപ്പിന് ഗുണമുണ്ടായി എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ആ ചോദ്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? എന്തിനാണ് നമ്മുടെ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്? അധ്യാപകർക്ക് സന്ദേശം കൊടുക്കാനാണോ? അതിന്റെ കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? അതോ നമ്മൾ മീറ്റിങ്ങിൽ വരിക, നമ്മളെ ഷെയർ ചെയ്യുക, പോവുക, മീറ്റിംഗ് നടത്തി എന്ന് കാണിക്കുക, ഇത് മാത്രമാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഓരോ ആളുകളും ഒരാളെ കുറ്റപ്പെടുത്താതെ ആയിരിക്കണം. ഈ ഗ്രൂപ്പ് പരിശോധന നടത്തുമ്പോൾ പ്രത്യേകത കാരണം നമ്മൾ വേറൊരാളെ കുറ്റപ്പെടുത്താനാവരുത് കേട്ടോ. എയുടെ പരിപാടികൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയാനാണ് നമുക്ക് ഉത്സാഹം ഉണ്ടാവുക. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു, മറ്റൊരാളെയും മാറ്റാൻ നിനക്ക് പറ്റില്ല, നീ നിന്നെ മാറ്റുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്, ഞാൻ അതിനു വേണ്ടി എന്ത് പ്രവർത്തനം നടത്തുന്നുണ്ട്, എനിക്ക് അതിൽ വീഴ്ച പറ്റിയോ, ഞാൻ ഇനി കൂടുതൽ കൊടുക്കണോ, ഇതാ ചർച്ച. അതല്ലാതെ ഞാൻ സെക്രട്ടറി ശരിയല്ല, ട്രഷറർ അവിടെ പോയിട്ടില്ല, മറ്റവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പുതുമക്കാരനോട് നീ ഇത് പറഞ്ഞില്ലേ എന്ന് ഷെയർ ചെയ്യാനല്ല, അത് തർക്കമുണ്ടാക്കാനല്ല. കാരണം പ്രാഥമിക ഉദ്ദേശമാണ്, അതൊന്നും മാറരുത് ചർച്ച നടക്കുമ്പോൾ. രണ്ടാമത്തെ പരിശോധന, സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ഇനിയും എന്തെല്ലാം ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പ് എന്ന നിലയിൽ ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നു, എയുടെ പ്രവർത്തനങ്ങൾക്ക് എന്റെ പങ്ക് എന്തായിരുന്നു, ആ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ സെക്രട്ടറിയുടെ ഒപ്പം വരാൻ എനിക്ക് കഴിയില്ല, ഇനി കൂടുതൽ കാര്യങ്ങൾക്ക് പോകണം എന്നാണ് ആഗ്രഹം, ഈ കാര്യങ്ങൾ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് നിർദ്ദേശങ്ങളായിട്ട് അവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നമുക്കത് നടത്തിയാൽ നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം വെക്കാൻ പറ്റും. കുറ്റപ്പെടുത്താതെ നമുക്ക് നിർദ്ദേശ രീതിയിൽ പറയാൻ പറ്റും. അത് ഓരോ അംഗങ്ങളും ആ രീതിയിലാവുമ്പോൾ മാറ്റം ഉണ്ടാവും. മറ്റേ നമ്മൾ കുറ്റപ്പെടുത്തിയ മറ്റാൾ അതിനെ ന്യായീകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ ഈ പരിശോധന തെറ്റായ രീതിയിൽ പോകും, അത് ശത്രുതയായിട്ട് മാറും. അവിടെയാണ് നമ്മൾ പാലിക്കേണ്ട നിയമം. എല്ലാ ചുറ്റുപാടിൽ നിന്നുള്ള മധ്യാസക്തരെ ഗ്രൂപ്പിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ നിർദ്ദേശങ്ങൾ പറയാം. നമ്മൾ അതിന് പോകാനായിട്ട് എവിടെയൊക്കെ ഇറങ്ങണം. അത് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയും അതല്ലാതെ ഇത് മറ്റുള്ളവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിലൊരു ശരികേടുണ്ട് അവിടെ. ഞാൻ അതിന്റെ ഗ്രൂപ്പില് ഈ അഭിപ്രായം പരിശോധിക്കുമ്പോൾ ഞാനിതിൽ എത്തണം. എനിക്ക് എങ്ങനെ കൽപ്പിക്കാൻ പറ്റും മറ്റേ എയുടെ സേവകരോട്? ഞാൻ സേവകരുണ്ടെങ്കിൽ എന്റെയും കൂടി ഗ്രൂപ്പാണല്ലോ. അപ്പോ മറ്റു മധ്യാസക്തരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോ ഡോക്ടർമാര്, പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കമുള്ള ആ ഭാഗങ്ങളിലെ മധ്യാസക്തരുടെ ഭാഗത്തേക്ക് ഞാൻ എത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട്? അതിനെന്തെങ്കിലും സഹായം? ഇനി എനിക്കൊരു നിർദ്ദേശമുണ്ട്, നമുക്ക് അധ്യാപകരുടെ ഇടയിൽ പരിപാടി നടത്താം, അംഗനവാടി ടീച്ചർമാരുടെ അടുത്ത് കുറച്ചുകൂടി പരിപാടി നടത്താം, ആ നിർദ്ദേശങ്ങൾ പറയാം. നമുക്കിപ്പോ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആൾക്കാർ വരുന്നില്ല, നമുക്ക് ആ ഭാഗങ്ങളിൽ കുറെ ആളുകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്, അവിടങ്ങളിൽ സന്ദേശം കൊടുക്കാൻ നമുക്കൊന്ന് ഇറങ്ങിയാൽ എന്താ? ഈ നിർദ്ദേശം, ഇപ്പൊ നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ പോകുന്നില്ല, ഈ ഒരു പരിശോധന ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്വയം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തേത്, പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാർ നിലനിന്ന് പോകുന്നുണ്ടോ? ഇതൊരു പരിശോധനയാണ്. അതല്ലെങ്കിൽ എന്താ? ഈ അംഗത്തിനെ പിടിച്ചു നിർത്താൻ ഗ്രൂപ്പ് എന്ന നിലയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ പലപ്പോഴും ഈ ഭാഗങ്ങളിലൊക്കെ ഈ പുതിയ അംഗങ്ങൾ വരുമ്പോ അവരെ ഒരു സ്പോൺസർ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒരു സ്പോൺസറുടെ അടുത്തേക്ക് എത്തിക്കാൻ കൃത്യമായ ശ്രമം നടത്തിയിട്ടുണ്ടോ? നമ്മൾ വെർബൽ ആണെങ്കിലും പറഞ്ഞു വരുന്ന 90 days 90 മീറ്റിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ആളുകൾ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ അംഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അതാകുമ്പോൾ കൂടുതൽ ഒരു 90 ദിവസം ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിലേക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് ഒരു ടെമ്പററി സ്പോൺസർ ആയിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ കൊടുക്കണം. കൂടുതൽ ആളുകൾക്ക്, ഓരോ ആളുകളും നമ്മൾ തയ്യാറാവണം. ഞാൻ ഇന്ന കാര്യത്തിന് തയ്യാറാവാം എന്നൊക്കെ ക്രിയാത്മകമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഗ്രൂപ്പിന്റെ വളർച്ച നല്ല രീതിയിൽ മാറാൻ പറ്റും.
മാത്രമല്ല അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ ക്രിയാത്മകമായ നിർദ്ദേശം മുന്നോട്ട് വെക്കാനും എന്റെ ഗ്രൂപ്പിലേക്ക് എങ്ങനെ ആളെ കൊണ്ടുവന്ന ആളുകളെ എങ്ങനെ നിർത്താം. ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ മാത്രം വന്നിട്ട് കാര്യം ഉണ്ടാവില്ല, തൊട്ടപ്പുറത്തെ ഗ്രൂപ്പുകളിലേക്ക്. അപ്പൊ ഞാനും പോകേണ്ടി വരും പുതിയ ആളെയും കൊണ്ട്. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന പരിശോധന. സ്പോൺസർഷിപ്പിന്റെ പ്രാധാന്യം ശക്തമായി നിർദ്ദേശിക്കാറുണ്ടോ? അത് ഫലപ്രദമായിട്ട് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് എനിക്ക് ഉണ്ടാവണം, അപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു എന്ന് പറയണം. ഗ്രൂപ്പ് അംഗങ്ങളുടെയും മറ്റു ഏക്കാരുടെയും അനാമധേയത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധയുണ്ടോ? മറ്റംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കുക. അപ്പൊ അനാമധേയത്തിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ ഓരോ അംഗങ്ങളും നമ്മൾ തന്നെ പുറത്ത് വേറുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യരുത്. ഒരു അംഗം ചർച്ച ചെയ്ത കാര്യം ആ ചായകുടി സഭയിൽ പോലും പറയാതിരിക്കാനുള്ള മര്യാദ ഞാൻ കാണിക്കുമ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ ഷെയറിംഗ് വെച്ച് ഞാൻ വേറൊരാളെ വിലയിരുത്തുന്ന സമയത്ത് എനിക്ക് പിന്നെ എങ്ങനെ അനോണിമിറ്റിയുടെ കാര്യം പറയാൻ പറ്റുക? ഇത് എനിക്ക് പാലിക്കാനേ പറ്റൂ കേട്ടോ. വേറൊരാൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറം നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇവിടെ നിർബന്ധപൂർവം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന നിർദ്ദേശത്തിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എന്ന അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും മീറ്റിംഗിൽ. ഇനി മീറ്റിംഗിന്റെ സ്ഥലം സജ്ജമാക്കുക, ചായ തയ്യാറാക്കുക, പാത്രങ്ങൾ മുറിയും വൃത്തിയാക്കുക, ഇങ്ങനത്തെ ജോലികളെല്ലാം 12-ാം പടി പ്രവർത്തനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യം എല്ലാ അംഗങ്ങൾക്കും വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ അതിന് ഞാൻ ചെയ്യണം. നമ്മൾ എപ്പോഴും പറയുന്ന ഈ സാധനം അതാണ്. എനിക്കുള്ളതല്ലേ വേറെ ആൾക്ക് പകർത്താൻ പറ്റൂ. ഇത് ഏതെങ്കിലും ഒരു സെക്രട്ടറിയോ 6 മാസം കഴിഞ്ഞ് വരുന്ന ഒരു പാവത്താനെ പിടിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് നടത്തേണ്ട പരിപാടിയല്ല. ആ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ നാളെ വന്നില്ല, എന്താ മീറ്റിംഗ് റൂം തുറക്കാത്ത, ഇതെന്താ അടയ്ക്കാത്ത, എന്താ ചായക്ക് കടി വാങ്ങി വെക്കാത്ത, 20 ഉറുപ്പിക ഇടുന്നതല്ലേ, നല്ല കടി വേണം എന്ന് സെക്രട്ടറിയോട് പറയണ പരിപാടിയല്ല ഇത്. ഞാനത് എന്റെ കുഴപ്പമാണ്. ഈ മീറ്റിങ്ങിൽ പോണത് അതിനല്ലല്ലോ ഞാൻ. അപ്പോ ഇത് ഫെലോഷിപ്പിന്റെ ഭാഗമാണെങ്കിലും മീറ്റിങ്ങിന്റെ പ്രാഥമിക ഉദ്ദേശം മാറും ഇത്തരം കാര്യങ്ങളാവുമ്പോൾ. മീറ്റിങ്ങിന്റെ സ്ഥലം തയ്യാറാക്കുകയും ചായ തയ്യാറാക്കുക, ചായയൊക്കെ അവിടങ്ങളിലൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ്. വേറെ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട് ഈ സെക്രട്ടറി, അവൻ എന്റെ പണിക്കാരനൊന്നുമല്ല. പല സെക്രട്ടറിമാരും ഇട്ടു പോകുന്നതിന്റെ റീസൺ പോലെ അവർ പറയാറുണ്ട്, ഇത് എനിക്ക് പറ്റുന്നില്ല, ആൾക്കാർ ചോദ്യം ചെയ്യാൻ. നമ്മുടെ മധ്യാസക്തരുടെ സ്വഭാവമാണല്ലോ. ചായക്ക് മധുരമില്ല, മറ്റേ ചായ വിത്തൗട്ട് ചായ ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങള് നമ്മൾ ആലോചിക്കണം. ഇത് നമ്മൾ ആരും ചുമതലപ്പെടുത്തിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളവരല്ല നമ്മുടെ സേവകരാരും, നമ്മളെ പോലെ തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അപ്പോ 12-ാം പടി പ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ഇത്. ഞാൻ കൂടി ചെയ്യേണ്ടതാണ്. എനിക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കാൻ പറ്റും, ആ ഭാഗങ്ങൾ വെക്കാം. അത് ഇന്നാള് ചെയ്യണം എന്ന രീതിയല്ല, മാതൃകയായിട്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പറയാം ഓരോ ആളുകൾ നമ്മളത് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഓരോരുത്തർ തയ്യാറായിട്ട് വരണേ എന്ന് നമ്മൾ ചെയ്ത് താഴ്മയോടുകൂടി പറയണതും നമ്മൾ അവിടെ കൽപ്പിക്കുന്നതും തമ്മിൽ നമ്മുടെ സൗണ്ട് മോഡുലേഷൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ അടുത്തൊരു അംഗമാണ് എന്നോട് പറഞ്ഞത്, കാര്യം പറയണതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ആ പറയുന്ന രീതി ചെറിയ കുഴപ്പമുണ്ടോ എന്ന് എന്നെ ഓർമ്മപ്പെടുത്തി. അപ്പൊ അതൊരു വലിയ ഘടകമാണ്. നമ്മൾ ആ പറയുന്ന മോഡുലേഷൻ വേറൊരു അംഗത്തിനോട് പറയുമ്പോൾ പാരമ്പര്യമൊക്കെ പാലിക്കാതെ ആയി പറയുന്ന ഭാഗങ്ങളിലൊക്കെ എനിക്കൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. അറിയാതെ നമ്മൾ നല്ലതിന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുക, പക്ഷെ അത് എന്റെ സൗണ്ട് മോഡുലേഷനിൽ നിന്ന് അതൊരു എന്താ അധികാരത്തിൽ നിന്ന് പറയുന്ന മാതിരിയൊക്കെ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റേണ്ട ഒന്നാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ഇനി 8-ാമത്തെ, ഗ്രൂപ്പ് മീറ്റിംഗിൽ സംസാരിക്കാനും മറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും എല്ലാ അംഗങ്ങൾക്കും അവസരം കൊടുക്കുന്നു. അത് ആ ചർച്ചയിൽ ഗ്രൂപ്പ് ഇൻവെന്ററി നടക്കുന്ന ഭാഗങ്ങളിൽ. അപ്പൊ അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ എന്ന ആള് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഇപ്പൊ മീറ്റിങ്ങിന് പങ്കെടുക്കുകയാണ്, ഞാൻ വിചാരിക്കണം എന്നെ കേൾക്കാൻ എല്ലാവരും ഉണ്ട്, ഒരു പബ്ലിക് നമ്മളൊരു സംസാരിക്കുന്ന മീറ്റിംഗ് ആണ്. അപ്പൊ ഒരു പുതുമക്കാരൻ വരുമ്പോഴേക്കും ഞാൻ അരമണിക്കൂർ സംസാരിക്കുക. അപ്പൊ സംഗതി ഒരാൾ വിളിച്ചു അല്ലെങ്കിൽ എന്റെ ഷെയറിംഗ് നന്നായിരിക്കുന്നു എന്നതുകൊണ്ട് ഞാനത് ചെയ്യരുത്. 10 പേരുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് എനിക്ക് 4 മിനിറ്റ് ആണെങ്കിൽ ആ 4 മിനിറ്റ് ആണ്. പിന്നീട് സമയം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാലോ. അല്ല മറ്റു ആൾക്കാരൊന്നുമില്ല, എല്ലാ ദിവസവും മീറ്റിംഗ് നടത്തുന്ന ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മാതൃകയാവണമെങ്കിൽ നമ്മൾ മാതൃക അല്ലാണ്ട് ഇത്തരം മീറ്റിങ്ങുകളിൽ നമുക്ക് വേറെ കാര്യങ്ങൾ പറയാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെല്ലാ ആളുകളും ഒരു സമയം നിശ്ചയിക്കണം. നമുക്ക് എല്ലാവർക്കും 5 മിനിറ്റ് സംസാരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുശേഷം സെക്രട്ടറി വിളിക്കാം. ഇത് ചർച്ച ചെയ്യേണ്ടതാണ് അവിടെ. അതല്ലാതെ മീറ്റിംഗിൽ ഏതെങ്കിലും ഒരാളെ അയാളിങ്ങനെ സംസാരിക്കുക, ഈ പുതുമക്കാരനാവും സെക്രട്ടറി, അധ്യക്ഷനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുക,
അയാൾക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ വിചാരിക്കാന്ന് പറഞ്ഞിട്ട് അയാളൊന്നും പറയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എല്ലാ മനുഷ്യർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തണം. പിന്നെ ഈ ഭാരവാഹിത്വം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്, നമ്മുടെ സേവക സ്ഥാനം എന്ന് പറയുന്നത്, അല്ലാതെ ബഹുമതിയല്ല എന്ന തത്വം ഞാൻ ഉൾക്കൊള്ളണം. എന്നിട്ട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ശ്രദ്ധാപൂർവമാണോ എന്ന് ഗ്രൂപ്പിൽ ഈ ഭാഗത്ത് പറയണം. നമുക്ക് മാതൃക കാണിക്കാം, നമുക്കത് സൂചിപ്പിക്കുന്ന രീതിയിൽ പറയണം. തെറ്റായ കാര്യങ്ങളെ നമുക്ക് വളരെ രീതിയിൽ ഈ ഭാഗങ്ങളിൽ ബിസിനസ് മീറ്റിങ്ങിലൊക്കെ നമുക്ക് പറയാം. ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത് നമ്മൾ ബഹുമതിയായിട്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതാണെന്നും, ഞാൻ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവക സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എങ്ങനെ നിർവഹിച്ചു എന്ന് ഇത് വിശദീകരിക്കാവുന്നതാണ്. ഈ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പരിശോധനകൾ നടത്തുമ്പോൾ ഓരോ മനുഷ്യരും ഇതിലേക്ക് വളർന്നു വരും. അപ്പൊ മാറ്റം ഉണ്ടാവും. മീറ്റിംഗ് സ്ഥലം ആകർഷകമാക്കാൻ വേണ്ടി ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന നല്ല വെളിച്ചവും മറ്റു ആൾക്കാർക്ക് വന്നെത്താൻ പറ്റുന്ന സ്ഥലമാണോ എന്ന കാര്യമുണ്ട്. എയുടെ 3 പൈതൃകങ്ങളെ സംബന്ധിച്ച് ഐക്യം, മോചനം, സേവനം, മോചനം, ഐക്യം, സേവനം എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഓരോ ഗ്രൂപ്പും നമ്മളുടെ പങ്ക് നിർവഹിക്കുന്നുണ്ടോ? പരിശോധന ഉണ്ട്. ഇനി ഡോക്ടർമാർ, പുരോഹിതൻ, കോടതി ഉദ്യോഗസ്ഥന്മാർ, വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയ ആളുകള്, മദ്യാസക്തരെ ആദ്യം കണ്ടുമുട്ടാടിയുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പോ അങ്ങനത്തെ ഉദ്യോഗസ്ഥ സമൂഹങ്ങളിൽ എയുടെ സന്ദേശം എത്തിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? അവിടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് എന്നുള്ളത്. നമ്മൾ എയിൽ നടത്തുന്ന ഷെയറിംഗ് അല്ല അവരോട് നടത്തേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു, പാംപ്ലെറ്റ് ഉണ്ട്, കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം പോലീസ് സ്റ്റേഷനിലടക്കം നമ്മൾ പോകേണ്ടത്. അതേപോലെ അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് സന്ദേശം കൊടുക്കുക, എനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിന് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കാം. 7ാം പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഗ്രൂപ്പ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയോ തുടങ്ങി 13ഓളം പരിശോധനകൾ നമുക്ക് പരിശോധിക്കാനായി പറയുന്നുണ്ട്. ഇതിൽ ഞാൻ എന്റെ കൂടി പാർട്ട് ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ യഥാർത്ഥത്തിൽ എനിക്കും മാറണം, ഒപ്പം എന്റെ ഗ്രൂപ്പിലെ അംഗങ്ങളും മാറണം എന്ന രീതിയിൽ പരിശോധന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിശോധന പ്രവർത്തിക്കുന്നതാണ് എന്നാണ് ഈ പരിശോധനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം ഞാൻ ഇങ്ങനത്തെ ഈ പരിശോധനയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ വ്യക്തിപരമായിട്ട് ഇത്തരം ഒരു പരിശോധന എന്റെ ഗ്രൂപ്പിൽ നടത്തുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഗ്രൂപ്പുകൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധനയുടെ ഭാഗവാക്കായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെയുള്ള ആളുകൾ പറഞ്ഞ അനുഭവം മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അടുത്തത് എയുടെ ബിസിനസ് മീറ്റിംഗ് ആണ്. മിക്കവാറും ഗ്രൂപ്പുകളിൽ ബിസിനസ് മീറ്റിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാരവാഹികളോ നമുക്കറിയാം വിളിച്ചു ചേർക്കും. മാസത്തിലൊരിക്കലോ 3 മാസം കൂടുമ്പോഴോ ആയിരിക്കും ബിസിനസ് മീറ്റിംഗ് നടക്കുക. ഈ ചില ഗ്രൂപ്പുകൾ ഇത്തരം മീറ്റിംഗിൽ ആ ഗ്രൂപ്പിലെ അംഗങ്ങളല്ലാത്ത ആൾക്കാരും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ നിരീക്ഷകരായിട്ട് ആൾക്കാർ പങ്കെടുത്താലും വോട്ടവകാശം നമ്മൾ പറഞ്ഞ അംഗങ്ങൾക്ക് മാത്രമാണ്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക, മീറ്റിംഗിന്റെ രീതി ചിട്ടപ്പെടുത്തുക, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുക, റിപ്പോർട്ട് എടുക്കുക, ട്രഷറർ എത്ര രൂപ ഉണ്ടായി, എങ്ങനെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറയുക, കണക്കുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. GSRും അതേപോലെ മറ്റു സേവകരും അവരുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗ്രൂപ്പിന്റെ മിച്ചമുള്ള പണം GSO, ഇന്റർ ഗ്രൂപ്പ്, ഏരിയ കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കമ്മിറ്റികൾക്ക് കൊടുക്കുക. ഇതൊക്കെ ബിസിനസ് മീറ്റിംഗ് നമ്മൾ ചർച്ച ചെയ്യും. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വോട്ടിനിടുമ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ അംഗങ്ങൾ അറിഞ്ഞിരിക്കണം. അതാ ഞാൻ പറഞ്ഞ കോറം തഴഞ്ഞിരിക്കണം. നമ്മുടെ അംഗങ്ങൾ പങ്കെടുക്കണം, മുൻകൂട്ടി അറിയിക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരു ബിസിനസ് മീറ്റിംഗ് നടത്തി നമ്മൾ നടത്തേണ്ടതല്ല. ഫോൺ വിളിച്ച് തന്നെ ഗ്രൂപ്പിൽ ഇടുക എന്നത് മാത്രമല്ല, ബിസിനസ് മീറ്റിംഗിന്റെ രീതി വെൽ നോട്ടഡ് ആണെങ്കിൽ കൃത്യമായി അജണ്ട അറിയിച്ച് ഫോൺ വിളിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും പ്രശ്നത്തിന്റെ അനുകൂലവും പ്രതികൂലമായ വശങ്ങളെ കുറിച്ച് പഠിച്ച് ഗ്രൂപ്പിനെ അറിയിക്കാൻ 1-2 അംഗങ്ങളെ ചുമതലപ്പെടുത്തുന്നുണ്ട് പറയണം. അപ്പൊ വലിയ ഗ്രൂപ്പുകളില് നമുക്കറിയാം ഓരോ കമ്മിറ്റികള്, നമുക്ക് സച്ചാർ കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ. അതേപോലെ തന്നെ എയുടെ കാര്യത്തിൽ ഇത്തരം രീതികളിൽ വരെ നമ്മൾ ഇപ്പൊ മുതിർന്ന 2 അംഗങ്ങളുണ്ട്. ഒരു ഭാഗങ്ങളിൽ നിൽക്കാതെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ അടുത്ത് നിന്നുള്ള ഉപദേശം നമ്മൾ എടുക്കും. അപ്പൊ അവരുടെ വീക്ഷണങ്ങൾ അവർ 2 അംഗങ്ങളായിരിക്കും. അപ്പൊ ഒരു 2 ഭാഗത്തും നിൽക്കാതെ, ചെറുതാണെങ്കിലും ഈ വലുതാണെങ്കിലും ഈ കാര്യങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും അറിയാൻ മറ്റംഗങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. എന്നിട്ട് അറിഞ്ഞ് പൂർണ്ണമായിട്ട് എല്ലാ മനുഷ്യരും എല്ലാ മീറ്റിംഗ് ഗ്രൂപ്പിൽ അംഗങ്ങളും പങ്കെടുത്ത മനസാക്ഷിയുടെ തീരുമാനത്തിലെത്താൻ
അല്പം സമയം വേണ്ടി വരുന്ന പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരം സമയമെടുത്താലും നല്ലതിനായിരിക്കും എന്ന് പറയാറുണ്ട്. മികച്ചതിന്റെ ശത്രുവായി തീരുന്നു പറയാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോടൊപ്പം ന്യൂനപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായമുള്ളവരുടെയും വാദഗതികൾ പരിഗണിക്കുക എന്ന്. നമുക്ക് ന്യൂനപക്ഷത്തിനെ നമ്മൾ കളിയാക്കിയിട്ട് കൂക്കി വിളിക്കുന്നതല്ല. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തിന് അതിൻ്റെതായ വില കൊടുക്കുന്നു. ഒരാളുടെ അഭിപ്രായം എല്ലാതും വിലപ്പെട്ട നമുക്ക്. ഭൂരിപക്ഷം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവര് തോറ്റേ എന്ന് പറയുക, നിങ്ങൾ മറ്റേ ആ പരിപാടിയല്ല ഇവിടെ. ഇത് ആത്മീയമായ പ്രവർത്തനമാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനമാണ്. ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിന് പരിപൂർണമായിട്ടും അത് കേൾക്കാം. അവരുടെ അഭിപ്രായമാണ്. ഓരോ മനുഷ്യന്റെ അഭിപ്രായത്തിനും വില ഉണ്ട്. ഇവിടെ ജയവും തോൽവിയൊന്നും ഇല്ല. കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് ഇത് ദൈവ തീരുമാനമാണെന്നേ ഉള്ളൂ. മറ്റേ അഭിപ്രായം പറഞ്ഞവർ മോശക്കാരല്ല. ആ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം പരിപൂർണ റെസ്പെക്റ്റോട് കൂടി കേൾക്കുകയാണ്. അവരെ കളിയാക്കുന്നില്ല. അത് വിഡ്ഢിത്തമായിരിക്കാം, അത് ശരിയല്ലായിരിക്കാം, നമുക്ക് അതിനോട് വിയോജിപ്പുണ്ടായിരിക്കാം. നമ്മൾ എവിടെ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അവിടെ നമ്മുടെ ആത്മീയത നമുക്ക് അളക്കാനായി പറ്റും. അവിടെ ബിസിനസ് മീറ്റിംഗ് ഗ്രൂപ്പിന്റെ പതിവ് മീറ്റിംഗിന് മുൻപോ ശേഷമോ ആയിരിക്കും. അത് കൃത്യമായ സമയക്രമത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. ഇതൊക്കെ അനൗപചാരികമാണെങ്കിലും നടപടിക്രമങ്ങൾ ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്തമായിട്ടാണ് നടക്കാറുള്ളത്. സുഗമമായ മീറ്റിംഗ് നടത്തുന്നതിനുള്ള പ്രാഥമിക നടപടിക്രമമായ റോബർട്ട്സ് റൂൾ ഓഫ് ഓർഡർ എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തുക. പക്ഷെ പല അംഗങ്ങളും നടപടിക്രമങ്ങൾ അനുഭവപരിചയമില്ലാത്തവരാണെന്നും സംസാരിക്കാൻ ഭയപ്പെടുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പൊ അതൊന്നും പ്രായോഗികമായിരുന്നില്ല. എല്ലാത്തിനുപരി നമ്മുടെ പാരമ്പര്യങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന കൂട്ടായ്മയുടെ ആത്മീയ സ്വഭാവം, ഇതിനെല്ലാം മതിയായ മാർഗനിർദ്ദേശം നമ്മുടെ കൂട്ടില് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടും. എല്ലാം നമ്മുടെ എല്ലാ മനുഷ്യർക്കും സംസാരിക്കാനും അവിടെ തർക്കങ്ങളില്ലാതെ പരസ്പരം ഗോഗോവിളികളില്ലാതെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ്. വ്യക്തിപരമായ മുൻധാരണകളും ഈഗോകളും മാറ്റിക്കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതാകുമ്പോൾ ബിസിനസ് മീറ്റിംഗ് 40 പേരുള്ള ബിസിനസ് മീറ്റിംഗ് ആണെങ്കിലും 40 മിനിറ്റ് കൊണ്ട് നമുക്ക് നടത്താനായിട്ട് 20 മിനിറ്റ് കൊണ്ട് നടത്താനും പറ്റും. അത് നടത്തേണ്ട രീതിയുണ്ട്. എയുടെ ബിസിനസ് മീറ്റിംഗിന്റെ രീതി ആ അംഗങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഇതിന്റെ ചെയർപേഴ്സൺ ആ രീതിയിൽ പറയാൻ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും അത്തരം രീതികളിൽ നടക്കുന്ന മീറ്റിങ്ങുകളും വിദേശത്തുണ്ട്. അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് പ്രശ്നങ്ങളെ കുറിച്ച്, ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിലുള്ള അഭിലഷണീയമായ നാനാ അഭിപ്രായങ്ങളുടെ ആരോഗ്യകരമായ തെളിവായാണ് ഗ്രൂപ്പ് പ്രശ്നങ്ങളെ നമ്മൾ കണക്കാക്കുക. നമ്മൾ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഭയങ്കര മോശമാണെന്നോ അടിയൊക്കെ ഉണ്ടാകുന്നു ആകെ പ്രശ്നം എന്നൊക്കെ പറയാറില്ലേ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത് ആത്മീയമായ തത്വങ്ങളാണെങ്കിലും ഇത് മദ്യാസക്തരായ ആളുകളുടെ കൂട്ടായ്മയാണ്. ഇവിടെ പ്രശ്നക്കാരായ ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മളത്ര അച്ചടക്കമുള്ള സന്യാസിമാരായ സമൂഹമൊന്നുമല്ല. തത്വങ്ങൾ പലതും നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ആയിട്ട് രൂപപ്പെടുത്തിയെടുത്ത തത്വങ്ങളൊന്നുമല്ല. എല്ലാം വില്ല് പുറത്തുനിന്നുള്ള ആശയങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 12 എഴുതിയിട്ടുള്ള ഭാഗം റൈറ്റിംഗ് ദ ബിഗ് ബുക്ക് ഒക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പൊ ഈ തത്വങ്ങളെല്ലാം മനോഹരമാണ്. പുറത്തുള്ള നല്ല സമൂഹങ്ങളിൽ നിന്ന് എടുത്താണ് നമ്മൾ. പക്ഷെ ഇത് നടപ്പിലാക്കേണ്ട നമ്മൾ കുഴപ്പക്കാരാണ്. അപ്പൊ ഇത് പ്രശ്നങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള തെളിവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായങ്ങൾ വേണം. എല്ലാം ഒരാൾ ഒരേ രീതിയിൽ പങ്കുവെക്കുക എന്നുള്ളതല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തത്വങ്ങൾ പാലിക്കാനുള്ള അവസരം കിട്ടുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാനും നമ്മൾ എത്രത്തോളം ആത്മീയതയിലാണ്, ഇതിനെ എങ്ങനെ നേരിടുന്നുണ്ട് എന്ന് അറിയാനുള്ള അവസരമായിട്ട് കിട്ടാറുണ്ട്. ഗ്രൂപ്പ് പ്രശ്നങ്ങളിൽ സാധാരണയായി താഴെ പറയുന്നവ ഉൾപ്പെടുന്നുണ്ട്. പുനഃപതനക്കാരുടെ കാര്യം, വീണ്ടും വീണ്ടും കുടിച്ചു പോകുന്ന ആൾക്കാരുടെ കാര്യത്തില് ഗ്രൂപ്പ് എന്ത് നിലപാടെടുക്കണം? മീറ്റിംഗിൽ അംഗസംഖ്യ കുറയുന്നതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഗ്രൂപ്പിന്റെ ജോലികൾക്കായിട്ട് കൂടുതൽ ആൾക്കാരെ എങ്ങനെ കണ്ടെത്താൻ പറ്റുക? അംഗത്തിന്റെ അനാമധേയത്വ ലംഘനത്തിനെതിരെയും മറ്റൊരാളുടെ 13ാം പടി പ്രവർത്തനത്തിനെതിരെയും എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് വാശി പിടിക്കുന്ന പഴമക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പിന്റെ വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ പഴമക്കാരുടെ അനുഭവ സമ്പത്ത് എങ്ങനെ ലഭ്യമാക്കാം? ഇതിന്റെ ചർച്ച സാധാരണഗതിയിൽ ഗ്രൂപ്പിൽ വരുന്ന പൊതുവായിട്ടുള്ള പുനഃപതനക്കാരുടെ കാര്യം, വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന കാര്യത്തിൽ എന്താ നിലപാടെടുക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിങ്ങിൽ ആൾക്കാർ കുറയുന്നുണ്ട്, അതിനെന്താ ഗ്രൂപ്പ് എങ്ങനെ ആകർഷകമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഈ ഗ്രൂപ്പിന്റെ സേവക സ്ഥാനത്തേക്ക് പുതിയ ആൾക്കാരെ എങ്ങനെ കണ്ടെത്താൻ പറ്റും, അതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, ഇനി ഏതെങ്കിലും അംഗങ്ങൾ അനാമധേയത്വം ലംഘിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച വരുന്ന കാര്യമാണ്. ചില ആളുകൾ ഇപ്പൊ നമ്മൾ വിദേശത്ത് 13ാം പടി നമ്മുടെ നാട്ടില് പ്രായോഗികമായിട്ട് വേറെ രീതിയിലാണ് ഉള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ 13ാം പടി എന്ന് പറയുന്നത്
പലപ്പോഴും നമ്മുടെ വലിയ രീതിയിൽ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളിൽ പുറത്തുള്ള ബ്ലോഗ് വരെ ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അവിടെ പോലും വലിയ നിലപാടെടുത്താണ്. ഇത് 7 അംഗങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയുള്ള കാര്യമാണ്. നമ്മൾ അതിനെതിരെ കണ്ണടിച്ചിട്ടില്ല. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെ സേഫ്റ്റി എന്ന് പറഞ്ഞ പാംലെറ്റും അതിന്റെ ചർച്ചയും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 13 പടി പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുണ്ട്. അതിൽ വരുന്ന സ്ത്രീകളായ അംഗങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്ന മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അവരിൽ നിന്ന് എങ്ങനെയാ മാറ്റം വരുത്തുക എന്ന കാര്യമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള മീറ്റിങ്ങും സ്പോൺസറായിട്ട് അവർ തന്നെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. ഇനി പഴമക്കാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവര് എല്ലാം ഞങ്ങൾക്ക് അറിയാന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അതും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അവര് ഒരു തീരുമാനം അവരങ്ങെടുക്കും, എന്നിട്ട് ഇത് ഇങ്ങനെ മതി എന്ന് പറയും. അതോടൊപ്പം എന്തുണ്ട്, നമ്മൾ പഴമക്കാരെ തള്ളിക്കളയുന്നില്ല. ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കുമോ പഴമക്കാരോട് നല്ല പഴമക്കാരുണ്ട്. ആ പഴമക്കാരിങ്ങനെ നല്ല നമ്മൾ പറയും ബാക്ക് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന പഴമക്കാരുടെ അടുത്ത് നിന്നുള്ള അവരുടെ അനുഭവങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. നമുക്ക് പലപ്പോഴും അങ്ങനെ പഴമക്കാരില്ലാണ്ട് പോകാനൊന്നും പറ്റില്ല. അവരോട് ചോദിക്കണം, എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്താ ചെയ്തത്, അവരുടെ അനുഭവം. കാരണം ഇത് ഈ പഴമക്കാരായ മനുഷ്യർ തന്നെ എഴുതി വെച്ചതും അവർ തന്നതുമാണ് ഈ ലിറ്ററേച്ചർ അടക്കം, ബില്ലടക്കം എല്ലാവരും നമ്മുടെ പഴമക്കാർ തന്നെയല്ലേ. ആ പഴമക്കാരുടെ, നമ്മുടെ ഗ്രൂപ്പിലെ പഴമക്കാരുടെ അനുഭവ സമ്പത്തും നമ്മൾ ഉപയോഗിക്കണം. ഈ ലിറ്ററേച്ചറുകളൊക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴമക്കാരുടെ അനുഭവങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല? ഈ ലിറ്ററേച്ചറുകൾ എന്ന് പറയുന്നത് തന്നെ അനുഭവങ്ങളാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതെന്തോ കെട്ടിയിറക്കിയ പോലെയാണ് നമ്മൾ ഈ ലിറ്ററേച്ചറിന്റെ പേരിൽ തല്ലിവിടുന്നതിന്റെ കാരണം. മിക്കവാറും എല്ലാ ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്കും ഗ്രൂപ്പിന്റെ പൂർണ്ണമായി അറിഞ്ഞ മനസാക്ഷിയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന അവരുണ്ട്. അപ്പോ അതിനായിട്ട് തത്വങ്ങളും പാരമ്പര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓരോ മനുഷ്യനും വായിച്ച് മനസ്സിലാക്കാം, അത് ഉപയോഗപ്പെടുത്താം. ചില ഗ്രൂപ്പുകൾ അവരുടെ GSRന്റെയോ DCMന്റെയോ സഹായം തേടാറുണ്ട് ഈ പ്രശ്നങ്ങൾ. അപ്പൊ GSR ആയിട്ടുള്ള ആള് കുറെ കൂടിയൊക്കെ പാരമ്പര്യങ്ങൾ അറിഞ്ഞ ആളായിരിക്കും. അപ്പൊ അവരതിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് തരും. ഇപ്പൊ ഇതിന് ഒരു കാര്യം പറയണ്ടേ, ഗ്രൂപ്പിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇച്ചിരി നർമ്മബോധം വേണം. ഈഗോ കുറച്ച് മാറ്റി വെച്ചാൽ എനിക്കിത് പരിഹരിക്കാൻ പറ്റും. ഞാനൊക്കെ പലപ്പോഴും വ്യക്തിപരമായി ഹേർട്ട് ചെയ്ത പോലെ വലിയൊരു അഭിമാനബോധത്തിൽ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശാന്തമാകാനുള്ള സമയം വേണം. നമുക്ക് എന്തെങ്കിലും നമ്മളെ കുറിച്ച് കേട്ടാ, നമുക്ക് നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിനെതിരെ പറഞ്ഞാൽ എന്ത് പ്രശ്നം വരും എന്ന് ആലോചിച്ചാൽ മതി. ശ്രവിക്കാനും കാത്തിരിക്കാനുള്ള മനസ്സ് വേണം, മികച്ച ധാരണയും വേണം, വലിയ ശക്തിയിലുള്ള ഉറച്ച വിശ്വാസം വേണം. അവിടെ ആ ദൈവമൊക്കെ പ്രവർത്തിക്കേണ്ടത്. എനിക്ക് പലപ്പോഴും നടക്കാതെ പോകുന്ന കാര്യങ്ങൾ ഇതായിരുന്നു. ഈ നിയമപരമായ വാഗ്വാദങ്ങളെക്കാളും വ്യക്തിപരമായ കുറ്റാരോപണങ്ങളിൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഈ കുറ്റമൊക്കെ ഉന്നയിക്കാൻ പറ്റും. എനിക്ക് പണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാൽ ഭയങ്കര വിഷമ. പലരും ഇന്നിപ്പോ ചിരിക്കാൻ പറ്റാറുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ലിറ്ററേച്ചറുകളൊക്കെ ഇത് അനുഭവങ്ങളാണ്. ഇത് അറിയാത്ത ആൾക്കാർ ഇത് പലതും പറയും, അവരിത് തർക്കിക്കും, ഇത് ശരിയാണ്, ഇതിൽ അവിടെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ. കാരണം അത് അവരുടെ കുറ്റല്ല. നമുക്ക് ചിരിക്കാൻ പറ്റും അവരെ നോക്കിയിട്ട്. കാരണം നമ്മളും ആദ്യകാലത്ത് അടിച്ചു നോക്ക്, ഇത് ഏലുണ്ടോ, ഏല് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. പാരമ്പര്യവും പടികളും കൃത്യമാണ്, നമുക്ക് നോക്കാം. ഇത് പൊതു തർക്കം, നമ്മുടെ ഒരു പൊതു കാര്യത്തിന് നിൽക്കുന്നതുകൊണ്ടാണ് തർക്കം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. അതല്ലാതെ ഇതിനെപ്പോ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനൊന്നും ആർക്കും പറ്റില്ല. കുറച്ച് നർമ്മബോധം മറ്റു മനുഷ്യരോട്, അതുകൊണ്ട് നമ്മൾ എടുത്തടിച്ച പോലെ വർത്താനം പറയാതിരിക്കുക, അത് കേൾക്കുക. ഒരാൾ നമ്മുടെ എതിരെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ആദ്യം ശാന്താവുക. നമുക്ക് സഹിഷ്ണുത ഉണ്ടാവണം. മറ്റുള്ളവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ വകവെച്ചു കൊടുക്കണം. നമ്മൾ വിചാരിച്ച മറുപടി അല്ല ഉണ്ടാവുക. പിന്നെ ഏത് പറയുമ്പോഴും നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ പറ്റണം. പിന്നെ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യണം. അവര് നമ്മളെ റെസ്പെക്ട് ചെയ്തില്ല എന്ന് കരുതുക. എല്ലാവരും ഇപ്പൊ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്നില്ല. വളരെ മോശമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ തന്നെ ഉണ്ടാവും, അവർക്ക് വൈകാരികമായിട്ട് നമ്മളെ തകർക്കാനായിട്ട്. ഞാനൊക്കെ എത്ര തവണ അതിൽ വീണ് പോയിട്ടുണ്ട് അറിയോ. അവർക്കറിയാം എന്റെയൊക്കെ കുഴപ്പങ്ങൾ എന്താ. നമ്മളെ ഒന്നും ഇങ്ങോട്ട് വൈകാരികമായി തോണ്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു നമ്മൾ അതിൽ വീണ് പോകുമ്പോ അയാളല്ല കുഴപ്പം, ഞാനാ കുഴപ്പേ. ഒരാളുടെ വാക്ക് എനിക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ എന്റെ കുഴപ്പം, അത് ഞാൻ മാറ്റണം. അപ്പോഴാണ് എനിക്ക് മറ്റൊരാളെ ഞാൻ അപമാനിച്ചുകൊണ്ട് സംസാരിക്കാതെ ആവും മീറ്റിങ്ങിൽ. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രോഡ് കയറി വരുന്നോണ്ടാ ഒരാൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് തോന്നുന്നതിന്റെ കാരണം. പിന്നെ ശ്രവിക്കുക, നന്നായിട്ട് കേൾക്കുക, കാത്തിരിക്കുക, മികച്ച ധാരണ ഉണ്ടായിരിക്കുക കാര്യങ്ങളെ കുറിച്ച്. അത് അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞതല്ല, നന്നായിട്ട് പഠിക്കണം. ഇനി ഇതിനെല്ലാം ഉപരി ആ നമ്മളെക്കാൾ വലിയ ശക്തി എന്നുള്ള ആശയം വന്നാൽ തന്നെ ഈഗോ പോവും. ഗ്രൂപ്പാണ് നമ്മുടെ, എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നമ്മൾ എന്തായിരുന്നു പണ്ട്, ആ കുടിച്ചു നടന്ന ജീവൻ തന്നെ ബാക്കി ഉണ്ടാവുമായിരുന്നില്ല. ഞാൻ വന്നതിന് മുന്നേ, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്നെയൊക്കെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഈഗോ കയറുമ്പോ അത് ആലോചിക്കാറുണ്ട്, എന്തിനാ ഈ കൂട്ടായ്മയിൽ വന്ന് എന്നിട്ട് ഇവിടെ കിടന്ന് ഈ തല്ലോടുന്നതിന്റെ കാരണം എന്താന്നുള്ളത്.
അതാണ് ആ വലിയ ശക്തി എന്ന ആശയം. അത് പ്രവർത്തിക്കേണ്ട മേഖല എവിടെയാണ്? അപ്പൊ നിയമപരമായിട്ട് ഇങ്ങനെ തർക്കം പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പാടൂ എന്നൊരു വര ഇട്ടിട്ട് ഈ രീതിയിൽ മറ്റുള്ളവരും ആ വരയിൽ കൂടെ വരണം എന്ന് വാശി പിടിക്കുന്നത് മറ്റു ആൾക്കാർക്ക് കുറ്റാരോപണത്തിന് പകരം ഈ രീതി ഉണ്ടല്ലോ നല്ല ഫലപ്രദമാണെന്ന് നമ്മുടെ പഴമക്കാർ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല നല്ല ഗ്രൂപ്പുകളിലും ഇത് തന്നെയാണ് അവർ നടത്തുന്നത്. ഇനി സുരക്ഷയെക്കുറിച്ചും എയിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളുണ്ട്. സുരക്ഷ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ആൽക്കഹോളിക്സ് അനോണിമസില് അംഗങ്ങളെ ആധാരമാക്കിയിട്ട് എല്ലാ ഗ്രൂപ്പുകളും അംഗങ്ങളും മീറ്റിങ്ങുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ അംഗവും മഹത്തായ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആകെത്തുകയുടെ ചെറിയൊരു അംശമാണ് നമ്മൾ. വലിയൊരു കൂട്ടായ്മയാണ് നമ്മുടെ. അതിന്റെ ചെറിയൊരു അംശം നമ്മളാണ്. നമ്മൾ ഭൂരിപക്ഷം പേരും തീർച്ചയായിട്ടും കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മൾ ഭരിക്കും. നമുക്ക് ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല. പല ആളുകൾക്കും ആ പഴയ സ്വഭാവം, എന്നെയൊക്കെ സംബന്ധിച്ചോളം അംഗങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലടക്കം പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ബാക്കി എല്ലാ കാര്യം ഉണ്ടെങ്കിൽ എക്ക് പ്രധാന പരിഗണന ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എയുടെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഞാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുനന്മയ്ക്ക് ആദ്യ പരിഗണന നമ്മൾ കൊടുക്കണം. വ്യക്തിയുടെ ക്ഷേമം തൊട്ട് പിന്നാലുണ്ട്. പൊതുനന്മ, പൊതുവായി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ക്ഷേമം ഉണ്ടാവുക. ഒന്നാം പാരമ്പര്യത്തിന്റെ ദീർഘരൂപത്തിൽ പറയുന്ന പോലെ അതേ രീതിയിലാണ് വരിക. നമ്മൾ ആദ്യ പരിഗണന നമ്മുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും കൂട്ടായ്മ ഐക്യത്തിൽ നിൽക്കുക, കൂട്ടായ്മയുടെ ആത്മീയ തത്വങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്റെ സുബോധാവസ്ഥ നിലനിർത്തുകയും മറ്റു മദ്യാസക്തരെ സുബോധാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഒത്തുകൂടുന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് ഞാൻ എന്നുള്ള ഇതുണ്ട്. അത് ഞാൻ അടക്കം ചേർന്നാണ് എന്റെ ഗ്രൂപ്പ്. അപ്പോ അങ്ങനത്തെ ലക്ഷ്യവുമായി ഒത്തുകൂടുന്ന മദ്യാസക്തരുടെ ഒരു ആത്മീയ സത്തയായിട്ട് ഗ്രൂപ്പിനെ പറയുന്നു. അപ്പൊ നമ്മൾ പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ എന്താണ്, മനുഷ്യരാശിയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ട്. നമ്മൾ വലിയൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമുക്കും വരാറുണ്ട്. അപ്പൊ പുറം ലോകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിലും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിലും പിന്നെ വ്യക്തിപരമായി സ്പോൺസർമാരോടും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളോടും നിങ്ങൾ അനുഭവങ്ങൾ പങ്കിടുമ്പോ അർത്ഥവത്തായ ഒരു സുരക്ഷാ നിലവാരം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ന്യായമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കൂട്ടായ്മയാണ്, ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേറെ ആൾക്കാർ പറയരുത്, ഇത് പുറത്തു പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ന്യായമാണ്. മദ്യാസക്തന് സുബോധാവസ്ഥ നേടുന്നതിനും അത് നിലനിർത്തുന്നതിനുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള സുരക്ഷിതമായ ഒരു അവസ്ഥ നൽകുന്നതിലൂടെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് അത് ഉപകാരപ്രദമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഇനി ഗ്രൂപ്പിന്റെ പ്രാഥമിക ലക്ഷ്യമായ ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യാസക്തന് സന്ദേശം കൊടുക്കുക എന്ന് നിറവേറ്റാൻ കഴിയും. അപ്പോ സുരക്ഷ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. ഇതിന് പുറമെ സുരക്ഷയും നമ്മുടെ പൊതുനന്മ എന്ന് പറഞ്ഞൊരു പാംപ്ലെറ്റ് ഉണ്ട്. ആ ലഘുലേഖ a.org കിട്ടും. ഇപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കാതിരിക്കുക, വേറെ ആളുകളെ കുറിച്ച് പുറത്ത് ചർച്ച ചെയ്യാതിരിക്കുക. ഇതിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആയിരിക്കണം എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം എത്തുന്ന ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. പിന്നെ പല ആളുകളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും മീറ്റിങ്ങുകളിൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രമാണ് മാറ്റാൻ പറ്റുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം നമ്മൾ വിചാരിക്കാത്ത അർത്ഥം പോലും കാണുന്ന ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരിക്കലും മറ്റൊരാൾ നമ്മുടെ കാര്യം പുറത്തു പറയില്ല എന്ന ഉറപ്പ് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് അയാളെ മാറ്റാനും പറ്റില്ല. നമുക്കിതൊക്കെ ചർച്ച ചെയ്യാൻ നമ്മൾ പറയാതിരിക്കാൻ പറ്റും, പക്ഷെ മറ്റൊരാൾ പറയും നമുക്ക് തടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, എവിടെ ആയിരിക്കണം എന്നതും ആളെ മനസ്സിലാക്കി വിവേകത്തോടു കൂടി പ്രവർത്തിക്കുക എന്നതും പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പുറത്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് സൂചന കൊടുക്കുകയും നമ്മളത് ചെയ്യാതിരിക്കുകയും ചെയ്യണം. മറ്റു ആളുകളുടെ ഷെയറിങ്ങുകളും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും പുറത്തു പറയാതെ വേറൊരു ചർച്ചയിൽ വേറൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഗ്രൂപ്പുകൾ എങ്ങനെയാ യുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ്. ഒന്നാമത്തെ പാരമ്പര്യം നമ്മുടെ പൊതുനന്മ ആദ്യം വരണം. ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനസർവീസ് ഓഫീസുമായിട്ട് കാലാകാലങ്ങളിൽ എയിൽ പങ്കുവെക്കുന്ന അനുഭവങ്ങളുടെയും പ്രായോഗിക വിജ്ഞാനത്തിന്റെയും കലവറയാണ് നമ്മുടെ ജനസർവീസ് ഓഫീസ്. അത് നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തെ എങ്ങനെയൊക്കെയാണ് നിറവേറ്റുന്നത്? രാജ്യത്തെമ്പാടുമുള്ള ഗ്രൂപ്പുകൾക്ക്
സേവനവും വിവരങ്ങളും അനുഭവങ്ങളും ലഭ്യമാക്കുന്നത് ജനറൽ സർവീസ് ഓഫീസ് അതിനാണ് പ്രവർത്തിക്കുന്നത്. സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കുക, പിന്നെ നമ്മുടെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ, ഒരു ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്, കാര്യങ്ങൾ മുന്നോട്ടുണ്ടോ അതിന്റെ പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കുക, ഇതൊക്കെ ജനറൽ സർവീസ് ഓഫീസ് GSOയുടെ ഉത്തരവാദിത്തമാണ്. ജനറൽ സർവീസ് കോൺഫറൻസിന്റെ നിർദ്ദേശങ്ങൾ, മൊത്തം ഗ്രൂപ്പിന്റെ മനസാക്ഷിയാണല്ലോ ജനറൽ സർവീസ് കോൺഫറൻസിൽ നടക്കുക. നമ്മുടെ ഗ്രൂപ്പുകളുടെ തീരുമാനങ്ങൾ അറിയിക്കുന്ന സംഭവമാണ് കോൺഫറൻസ്. അപ്പൊ അവിടെ നടക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി, ഇതൊക്കെ GSOയുടെ പ്രവർത്തനമാണ്. GSOയുടെ ചരിത്രം 1938 ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങുന്നതാണ്. അപ്പൊ അതോടുകൂടി നമ്മുടെ സമൂഹത്തിന് ഈ പേര് ലഭിക്കുന്നു, ഫൗണ്ടേഷൻ ആരംഭിക്കുന്ന അപ്പോഴാണ്. നമ്മൾ ആദ്യം ഉണ്ടാകുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷൻ ഓഫീസിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. അത് പെട്ടെന്ന് തന്നെ കുറിച്ചുള്ള അന്വേഷണങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറി. പിന്നീട് നമുക്ക് കംസ് ഓഫ് ഏജ് ഒക്കെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെ ജനറൽ സർവീസ് ഓഫീസ് എന്നുള്ള പേര് വന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ. അപ്പൊ ആ രീതിയിൽ അത് GSO എന്നുള്ള പേരിലേക്ക് മാറി. ആദ്യത്തെ ആൽക്കഹോളിക്സ് ഫൗണ്ടേഷൻ ജനറൽ സർവീസ് ബോർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ മദ്യാസക്തരും അല്ലാത്തവരുമായിട്ടുള്ള ട്രസ്റ്റിമാർ നമുക്കുണ്ട്. ക്ലാസ് എ ട്രസ്റ്റി ഉണ്ട്. ഡയറക്ടർമാർ എയുടെ 2 സേവന വിഭാഗങ്ങളുടെ മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് അവയാണ് വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റഡും ഗ്രേപ്പ് വൈൻ ഇൻകോർപ്പറേറ്റഡും. ഗ്രൂപ്പുകൾ സംഭാവന ചെയ്യുന്ന പണത്തിന്റെ സൂക്ഷിപ്പുകാരും അവരാണ്. അപ്പൊ ആ കൂട്ടായ്മയുടെ സേവന ഘടന USA-ലും കാനഡയിലുമുള്ള GSOയുടെ കാര്യം. ഗ്രൂപ്പ് ആണ് ഏറ്റവും മുകളിൽ. ഗ്രൂപ്പിന്റെ താഴെ GSR, ഗ്രൂപ്പ് GSR ഉണ്ടാവും. പിന്നെ അതിന്റെ താഴെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ കീഴെ ഏരിയ അസംബ്ലികളുണ്ട്, ഏരിയ അസംബ്ലി, പിന്നെ ജനറൽ സർവീസ് കോൺഫറൻസും ഇതിന്റെ ഡെലിഗേറ്റുകളുമാണ്. ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും മുകളിൽ ഗ്രൂപ്പാണ് വരുന്നത്. ഇനി ജനറൽ സർവീസ് ഓഫീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജനറൽ സർവീസ് ബോർഡിൽ നിരവധി മറ്റ് സേവന ഘടകങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ അംഗങ്ങൾക്ക് നമ്മുടെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഗ്രൂപ്പിന്റെ പ്രശ്ന പരിഹാരങ്ങളുടെ അനുഭവങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുക. ഗ്രൂപ്പിൽ നടന്ന കാര്യങ്ങളെ പ്രശ്നങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കാറുണ്ട് നമ്മൾ. പിന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് രാജ്യത്താകമാനമുള്ള ഗ്രൂപ്പുകളും അംഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് പല കാര്യങ്ങളും നമുക്ക് പങ്കുവെക്കാൻ കിട്ടിയ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇത്തരം അനുഭവങ്ങളാണ്. വിദേശത്തുള്ള ആളുകൾ, ഒറ്റപ്പെട്ടവര്, ഗ്രൂപ്പ് മീറ്റിംഗ് ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾ, വീട്ടിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളും അംഗവൈകല്യം ബാധിച്ചവരും, സഞ്ചാരികൾ, നാവികരായിട്ടുള്ള ആളുകൾ, സൈന്യത്തിലുള്ളവർ, ചികിത്സാലയങ്ങളിലും ശിക്ഷാകേന്ദ്രങ്ങളും ഉള്ളവർക്ക് എക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇത് ജനറൽ സർവീസ് ഓഫീസ് ചെയ്യുന്നതാണ്. കുറിച്ചും മദ്യാസക്തർക്കായി എക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചും അനേകം കത്തുകൾക്ക് മറുപടി കൊടുക്കുന്നത് GSO ഓഫീസിന്റെ പ്രവർത്തനമാണ്. ന്യൂസ് ലെറ്ററുകൾ, മറ്റു വാർത്താ പത്രികകളിൽ നിന്നുള്ള പ്രസിദ്ധീകരിക്കുക. കോൺഫറൻസ് അംഗീകൃതമായിട്ടുള്ള വേൾഡ് സർവീസ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും ലഘുലേഖകളും വിതരണം ചെയ്യുക. GSO പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പുകൾക്കുള്ള സൗജന്യ പുസ്തകങ്ങളും ഹാൻഡ് ബുക്കും കൊടുക്കുക. പിന്നെ ജനറൽ സർവീസ് കോൺഫറൻസ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അതിനെ പിന്തുണയ്ക്കുക. 12ാം പടി പ്രവർത്തനം ചെയ്യുന്ന ഗ്രൂപ്പുകളെയും വ്യക്തികളെയും സഹായിക്കാനായിട്ട് ആ GSOന്റെ അണ്ടറിലുള്ള ഗ്രൂപ്പുകളുടെ ഡയറക്ടറി പ്രസിദ്ധീകരിക്കാറുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ മുഴുവൻ എക്ക് വേണ്ടി സന്ദേശം പ്രചരിപ്പിക്കുക GSO ആണ്. അതിനായിട്ട് അച്ചടി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, മദ്യപാന ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരോടൊക്കെ സഹകരണം തേടുന്നത് GSO ആണ്. ദൃശ്യ ശ്രവ്യ കാസറ്റുകൾ നിർമ്മിക്കുക, സന്ദേശം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നിർമ്മിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. ഈ പഴയ രേഖകളും ഗ്രന്ഥങ്ങളും അതൊക്കെ സൂക്ഷിച്ചു വെക്കുക ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ജനറൽ സർവീസ് ഓഫീസിന്റെ GSOയുടെ വെബ്സൈറ്റ് ഉണ്ടാവുക, അത് നടത്തിക്കൊണ്ടുപോവുക. ഇനി GSOയുടെ ചുമതല ആർക്കാണ്? ഒരു വ്യക്തിയോ ഗ്രൂപ്പിനോ അതിന്റെ ഭരണ ചുമതല GSO ഏൽപ്പിച്ചിട്ടില്ല. എന്നാലും അതിന്റെ ദൈനംദിന ചുമതലകൾക്കായിട്ട് ജനറൽ മാനേജർ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അദ്ദേഹത്തിന് മറ്റ് ഭരണനിർവഹണ കാര്യങ്ങളും ജനറൽ സർവീസ് ഓഫീസ് സ്റ്റാഫും അദ്ദേഹത്തിനെ സഹായിക്കാറുണ്ട്. ഓരോ സർവീസ് ഡെസ്കും കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ അംഗങ്ങളായിരിക്കും. എന്നാൽ മറ്റു ജോലിക്കാർ അങ്ങനെ ആകണമെന്നില്ല. ഇനിയിപ്പോ നമ്മുടെ യുടെ ഗ്രേപ്പ് വൈൻ ആരാ നടത്തുന്നത്? ഗ്രേപ്പ് വൈന് ഓഫീസുകളിൽ മാസികയുടെ പ്രസിദ്ധീകരണം, വിതരണം, കസ്റ്റമർ സർവീസ്, ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അവരാണ് നടത്തുന്നത്. ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നത്? ജനറൽ സർവീസ് കോൺഫറൻസ് മുഖേന ജനറൽ സർവീസ് ബോർഡിലെ 14 മദ്യാസക്തരും 7 അല്ലാത്തവരുമായ ട്രസ്റ്റുകൾക്കാണ് ഈ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമുള്ളത്.
അമേരിക്കയിലെയും കാനഡയിലെയും ഗ്രൂപ്പുകൾ വർഷാവർഷം ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ന്യൂയോർക്കിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കാറുണ്ട്. അവർക്ക് 2 വർഷത്തെ കാലാവധി ഉണ്ടാവും. ഇവിടെ ബോർഡിന്റെ വിവിധ കമ്മിറ്റികൾ, ജനറൽ സർവീസ് ഓഫീസ്, ഗ്രേപ്പ് പോയിന്റ് സ്റ്റാഫ് എന്നിവരുടെ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഭാവി പ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. എ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളുടെ അഭിപ്രായം സമന്വയം നടത്തുക, പൂർണ്ണമായി അറിഞ്ഞ ഗ്രൂപ്പ് മനസാക്ഷി രൂപപ്പെടുത്തുക, ഇതൊക്കെ കോൺഫറൻസിന്റെ ഉത്തരവാദിത്തമാണ്. കോൺഫറൻസ് പ്രതിനിധികൾ അവരവരുടെ ഏരിയകളിലെ ഗ്രൂപ്പുകളിൽ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. ഡെലിഗേറ്റുകൾ അതാത് ഏരിയ കമ്മിറ്റികൾ നമുക്കറിയാം എങ്ങനെയാ ചർച്ചകളിലെ ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഇങ്ങനെ GSR ത്രൂ നമ്മുടെ ഗ്രൂപ്പുകളിൽ അറിയും. അവരുടെ അംഗ ഗ്രൂപ്പുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട GSRമാരെ വിളിച്ചു ചേർക്കുക എന്നത് ഓരോ ഏരിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ GSRമാരുടെയും ഏരിയ ഡെലിഗേറ്റുമാരുടെ ഇടയ്ക്കുള്ള സുപ്രധാന കണ്ണിയാണ് ഡിസ്ട്രിക്ട് കമ്മിറ്റി, DCM എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ. അവരുടെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള DCMമാരുണ്ടാവും. ഈ ഇരുവരെ ഒരേ സമയത്താണ് നമ്മൾ തെരഞ്ഞെടുക്കാറുള്ളത്. ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് ആ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ GSRമാരും കൂടി ചേർന്നാണ്. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ വിശ്വസ്ത സേവകരായ DCM ആ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലെ മുഴുവൻ ഗ്രൂപ്പുകളുടെയും മനസാക്ഷിയാണ് വെളിപ്പെടുത്തേണ്ടത്. ഏരിയ കമ്മിറ്റികൾ അംഗങ്ങൾ എന്ന നിലയിൽ അവർക്ക് മറ്റംഗങ്ങളുമായി ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. അപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റി DCM എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നും മറ്റു ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് പൊതുവായി എയുടെ രീതിയുണ്ട്. അല്ലാണ്ട് DCMന് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പുകളുടെ മനസാക്ഷിയാണ് DCM തീരുമാനം എടുക്കേണ്ടത്. എയുടെ സർവീസിന്റെ പ്രത്യേകത അതാണ്. ഗ്രൂപ്പ് സംബന്ധമായ കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ DCMന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആജ്ഞ കൊടുക്കാനോ ഒന്നും സാധ്യമല്ല. ഗ്രൂപ്പിന്റെ മനസാക്ഷിയുടെ കാര്യങ്ങൾ പറയുക എന്നാണ് DCMന്റെ ഉത്തരവാദിത്വം. ഈ വളരുമ്പോൾ പുതിയ ഗ്രൂപ്പുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട DCMമാർക്ക് അതിന് കഴിയാതെ വരികയാണെങ്കിൽ ജനറൽ സർവീസ് കോൺഫറൻസ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് അപ്രാപ്യമായിട്ട് വരും. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഗ്രൂപ്പുകളുടെ എണ്ണത്തിനനുസരിച്ച് പുതിയ ഡിസ്ട്രിക്റ്റുകൾ നമ്മൾ രൂപീകരിക്കാറുണ്ട്. നമുക്ക് സർവീസ് മാനുവലിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നത് അതിൽ പറയുന്നുണ്ട്. ലോക സേവനങ്ങളെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നതെന്നാണ് അടുത്ത ഹെഡിങ്. മറ്റ് പ്രവർത്തനങ്ങളെ പോലെ തന്നെ ജനറൽ സർവീസ് ഓഫീസിന്റെ ചെലവുകളും പ്രധാനമായും ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും സംഭാവനകളിലൂടെ നിറവേറ്റുകയാണ്. ഈ മാർഗത്തിലൂടെ വേൾഡ് സർവീസ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു. നമ്മുടെ പണം എങ്ങനെ നമ്മൾ ചെലവഴിക്കുക? അപ്പോൾ കോൺഫറൻസ് 12.5% ഇതിലൂടെ കോൺഫറൻസിൽ എടുക്കുന്നുണ്ട്. റീജിയണൽ ഫോറം 7.8%, പഴയ സംഭവങ്ങളിലേക്ക് 10.3%, പഴയ രേഖകൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ട്രസ്റ്റിമാരും ഡയറക്ടർമാർക്കും വേണ്ടിയിട്ട് 6.6% മൊത്തമുള്ള പണത്തിന്റെ. ഗ്രൂപ്പ് സർവീസ് പ്രവർത്തനങ്ങൾക്കാണ് 37.8% പണം നമ്മൾ മാറ്റിവെക്കുന്നത്. PI പ്രവർത്തനങ്ങൾക്കായിട്ട് 4.2%, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് 5.4%, ചികിത്സാ പ്രവർത്തനങ്ങൾക്കായിട്ട് 1.9%, നിക്ഷേപങ്ങളായിട്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 3.9%, ഈ മറ്റ് വിദേശത്തുള്ള ആളുകൾക്കും ഒറ്റപ്പെട്ട ആളുകൾക്കുമായിട്ട് 9.6%. ഇങ്ങനെ പലപ്പോഴും ഈ ചെലവുകൾ നമുക്ക് തികയാത്ത കുഴപ്പമാണ്. നമ്മുടെ അടുത്ത് കൃത്യമായ കണക്കുകളും കാര്യങ്ങളൊക്കെ ഏതൊരു കാര്യത്തിനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ തികയാത്ത സംഖ്യകൾ നമ്മൾ കണ്ടെത്തുന്നത് പലപ്പോഴും പുസ്തക വിൽപ്പനയിലൂടെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കണം ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് സന്ദേശം കൊടുക്കേണ്ടത്, മറ്റു മദ്യാസക്തരെ സഹായിക്കേണ്ടത് എന്നുള്ള കാര്യം തൊട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ഓഫീസിന്റെ പ്രവർത്തനം പോലും നമ്മൾ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഇവിടങ്ങളിലൊന്നും തന്നെ തർക്കങ്ങൾ ഇല്ലാതിരിക്കുക, മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കുക, നിയന്ത്രിക്കുന്ന ഒരു രീതികൾ വരാതിരിക്കുക. ഓരോ മദ്യാസക്തനും, അവിടെയാണ് വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും, ഓരോ വ്യക്തിയും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിയും അയാൾക്ക് അയാളുടെ രീതിയിൽ റിക്കവറിയിൽ നിൽക്കാനും അയാളുടെ രീതിയിൽ ഏനെ നോക്കി കാണാനും അവിടെ ആരുടെ അനുവാദം ഒന്നും അയാൾക്ക് വേണ്ട. അയാൾക്ക് ആ മോചന പരിപാടി, ഓരോ മദ്യാസക്തനും അവന്റെ മോചനത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റും, അത്രയധികം ലിറ്ററേച്ചറുകളും അത്രയധികം കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക. അതൊക്കെ എന്തിനായിരിക്കണം? എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ടാക്കാനാണ്, മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താനാവരുത്. ഞാൻ
എങ്ങനെ മാറ്റത്തിന് വിധേയമാകും, എന്റെ പ്രവർത്തനം എങ്ങനെ നടത്തുന്നതാണ്. ഞാൻ പ്രവർത്തനം നടത്താതെ എനിക്ക് വേറൊരാളെയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. എനിക്ക് വിദേശത്തിരുന്നു കൊണ്ട് വേറൊരു ഹോം ഗ്രൂപ്പിൽ പ്രവർത്തിക്കാതിരിക്കുന്ന കാലത്തോളം ഞാൻ എൻ്റെ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന നാട്ടിലെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളിൽ ഇടപെടുക, അതിന്റെ കാര്യങ്ങൾ അഭിപ്രായം പറയുക ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അത്. കാരണം നമുക്ക് പറയാം, പുറത്തിരുന്നു മാറിക്കൊണ്ട് നമുക്ക് പലതും പറയാനായി പറ്റും. പക്ഷെ എത്രത്തോളം നീതീകരിക്കുന്നതാണ് അത്, ശരിയായ രീതിയാണോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കേണ്ട മനസാക്ഷി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നർമ്മബോധം ഉണ്ടായിരിക്കണം, മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റണം, കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പാരമ്പര്യങ്ങളും അതേപോലെ സങ്കല്പങ്ങളും ഞാൻ പഠിച്ചിരിക്കണം. മറ്റു മനുഷ്യരുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എന്നെ എങ്ങനെ പരുവപ്പെടുത്തി എടുക്കണമെന്ന് എനിക്ക് അറിവുണ്ടാകുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന സ്ട്രക്ചറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കൂടുതൽ നന്നായി. ഇതെല്ലാം എന്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കൊണ്ട് നടക്കുക, ഇത് ഇങ്ങനെ പാടൂ എന്ന പ്രശ്നങ്ങളല്ല, മറിച്ച് ഓരോ പുതിയ മദ്യാസക്തരിലേക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എങ്ങനെ എത്തിക്കാം. കടന്നു വരുന്ന ഓരോ അംഗങ്ങൾക്കും, ഞാൻ അംഗമാണ്, എനിക്ക് കുടി നിർത്തണം, എനിക്ക് എയിൽ പ്രവർത്തിക്കണം, എയുടെ കാര്യത്തിന്റെ ഒപ്പം വേണം എന്ന് പറയുന്നവന് എങ്ങനെ എയിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും, അതിന് ഞാൻ എന്ത് പങ്ക് വഹിക്കും, ഇതാണ് ഈ ഭാഗങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. എത്ര കൃത്യമായി അല്ലെങ്കിൽ സംക്ഷിപ്തമായിട്ട് തന്നെ അതിന്റെ വിവരണങ്ങൾ ഓരോ ഭാഗത്തും വിവരിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലേക്കും ഇനിയും യാത്രകൾ ചെയ്യേണ്ടതും അതിന്റെ സ്വയം പരിശോധന ഞാൻ നടത്തേണ്ടതാണെന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഭാഗം എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശം നിർത്തുന്നു. താങ്ക് യു അരുൺ ബ്രോ. താങ്ക് യു ഉണ്ണിച്ചേട്ടാ, താങ്ക് യു വെരി മച്ച്.